ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ ഗുരുബ്രഹ്മാ വിഷ്ണുഗുരുദേവ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുഭ്യോ ഹരി ഓം. ശ്രീമാതേ ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. പരിപാവനമായ ഈ ശിവരാത്രി ദിവസം ഇവിടെ ഇങ്ങനെയൊരു പ്രഭാഷണം നടത്തുവാനുള്ള അവസരം ഒരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹികളോട് ശ്രീമാത്ര ഉപാസന സമിതിയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മളിവിടെ ചെലവഴിക്കുന്നുള്ളൂ. ആ സമയം കൊണ്ട് കിട്ടിയ നിങ്ങളുടെയും എൻ്റെയും വിലയേറിയ സമയം പാഴായി പോകാതിരിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരു പ്രഭാഷണം എന്ന ലെവലിലേക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ചില അനുഭവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹം, അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? എല്ലാ മനുഷ്യർക്കും അവർക്ക് സുഖം വേണം, അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടണം, പൈസ ഉണ്ടാക്കണം, അസുഖങ്ങളില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം, സാമ്പത്തിക സ്വാശ്രയത്വം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ആരോഗ്യം, ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ആളുകളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആഗ്രഹം. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും നമ്മുടെ ഈ ആഗ്രഹങ്ങൾ നേടാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഫ്രസ്ട്രേഷൻസ്, സന്തോഷകരമായ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതൊക്കെയാണ്. എൻ്റെ പേര് ശ്രീധരൻ നമ്പൂരി എന്നാണ്. മാവേലിക്കര സ്വദേശിയാണ്, സൈക്കോളജിസ്റ്റാണ്. കുറച്ച് സ്പിരിച്വൽ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. മാനസിക രോഗികളായിട്ട് വരുന്ന ഒരുപാട് ആളുകൾക്ക് ഭാരതത്തിലെ തനത് സമ്പ്രദായങ്ങളായ തന്ത്രവിദ്യ ഉപയോഗിച്ച് മരുന്നുകളില്ലാതെ മാനസിക രോഗങ്ങളെ മാറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതില് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യത്തോടെയുള്ള ജീവിതം ആണ് ഏതൊരു മനുഷ്യൻ്റെയും ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം. അതിന് മനസ്സിന് സന്തോഷമുണ്ടാകും. അപ്പൊ മനസ്സിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ട കാര്യങ്ങൾ ഇതൊക്കെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം, സന്തോഷം, സമാധാനം ഒക്കെ നഷ്ടപ്പെടുന്നതും മാനസികവും ശാരീരികവുമായിട്ടുള്ള രോഗങ്ങള്, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതിലോട്ടൊക്കെ പോകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിനുള്ള പരിഹാരം കാണുകയും ജീവിതം വളരെ വളരെ മനോഹരമായി ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും. എല്ലാം ഉണ്ടെങ്കിലും വളരെയധികം വിഷമിച്ച് പോകുന്ന ആളുകളെ കണ്ടിട്ടില്ല. പക്ഷെ ഒന്നുമില്ലെങ്കിലും വളരെയധികം ഹാപ്പിയായി ജീവിക്കുന്ന ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുള്ളതാണോ സന്തോഷത്തിന്റെ രഹസ്യം? സാമ്പത്തികം നല്ലവണ്ണമുള്ള ആൾക്കാർ ദുഃഖിച്ച് ഡിപ്രഷൻ അടിച്ച് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതില്ലാതെ തന്നെ ഒന്നുമില്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പ്രാണൻ അല്ലെങ്കിൽ ഊർജം, എനർജിയാണ് ഇതിന്റെ അടിസ്ഥാനം, ശക്തി.
ഊർജത്തിന്റെ ഫ്രീക്വൻസികളിലെ ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നത്. എവറിഥിങ് ഈസ് മാറ്റർ ആൻഡ് എനർജി എന്നൊക്കെ പറയും. പ്രാണൻ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഊർജത്തെ പഠിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ആരോഗ്യവും സമ്പത്തും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അത് ഉണ്ടാവാനും പോകുന്നില്ല. നമ്മളുടെ ഉപാസനകൾ, നമ്മളുടെ പ്രവൃത്തി മണ്ഡലത്തിലെ പ്രവൃത്തിയും വ്യാവഹാരിക ജീവിതത്തിൽ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ഒക്കെ ഈ പ്രാണൻ അല്ലെങ്കിൽ ഊർജം അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഒരാളെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ആനന്ദത്തിന്റെ, ഹാപ്പിനെസിന്റെ, സന്തോഷത്തിന്റെ രഹസ്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് ഈ പ്രാണന്റെ ഗതിവേഗതകളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. ഈ മാന്ത്രിക രഹസ്യം നമുക്ക് കിട്ടിയാൽ ജീവിതത്തിൽ എന്താഗ്രഹങ്ങളെ സാധിക്കാൻ പറ്റും. അങ്ങനെയാണ് ഋഷിമാര് മന്ത്രശാസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളുടെ ഞാൻ എന്നുള്ള ബോധത്തിന്റെ കേന്ദ്രത്തെ ഒരു ബിന്ദുവായി കണക്കാക്കി അതിൽ നിന്നും പുറത്തേക്ക് വൈബ്രേറ്റ് ചെയ്തു വരുന്ന ഊർജം ഒരു നേർരേഖയായി അതിനെ നാദം എന്ന് വിളിച്ചു. നാദം ബിന്ദു. പിന്നീട് അത് ആ ഊർജം റൗണ്ടിലാണ് സഞ്ചരിക്കുന്നത്, സർക്കിൾസ് ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു പോർഷനെ, ആ സർക്കിളിന്റെ ഒരു പോർഷനെ കല എന്ന് വിളിച്ചു. പ്രപഞ്ചത്തിലെല്ലാം ഫ്രീക്വൻസികളാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വെബ്ജിയോർ, അതൊരു ഫ്രീക്വൻസിയാണ്. നമ്മൾ കാണുന്ന ഈ ലോകം ഒരു ഫ്രീക്വൻസി മാത്രമാണ്. നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന ഈ ലോകം, അതിനപ്പുറത്തേക്ക് സൂക്ഷ്മ ശക്തികളുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് പോലും മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ശാസ്ത്രജ്ഞന്മാര് വെബ്ജിയോർ കണ്ടുപിടിച്ചപ്പോ എന്താണ് വെബ്ജിയോർ? എന്താണ്? മഴവില്ലിന്റെ 7 നിറങ്ങൾ പഠിച്ചിട്ടില്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട് അല്ലേ? റെഡ്, ലാസ്റ്റ് റെഡാണ് അല്ലേ? ഈ വെബ്ജിയോറിന്റെ താപനില അളക്കാൻ വേണ്ടിയിട്ട് ഓരോ നിറങ്ങളുടെയും ചൂട് അളക്കാൻ വേണ്ടി തെർമോമീറ്റർ വെച്ചു സയന്റിസ്റ്റുകൾ. ആ റെഡിന്റെ വലത് ഭാഗത്ത് ഒന്നുമില്ലല്ലോ, അപ്പൊ അവിടെ സാധാരണ താപനില അറിയാനുള്ള വേണമല്ലോ, ഒരു തെർമോമീറ്റർ അവിടെ വെച്ചു. അതുപോലെ തന്നെ വയലറ്റിന്റെ ഇടത് ഭാഗത്ത് ഒരു തെർമോമീറ്റർ വെച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ ചൂട് വന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്നത്. റെഡിന്റെ അപ്പുറത്തെ സ്ഥലത്താണ് ഏറ്റവും കൂടുതലും ചൂട് വന്നത്. അപ്പൊ അത്ഭുതപ്പെട്ടു, അവിടെ ഒന്നും കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ അത്രയും ചൂട് വന്നത്? അവർ പഠിച്ചപ്പോ അവർക്ക് മനസ്സിലായി എന്ത്, അവിടെ ഒരു എനർജി വീഴുന്നുണ്ട്, നമ്മൾ കാണുന്നില്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ അവര് ഇൻഫ്രാറെഡ് എന്ന് വിളിച്ചു. അപ്പൊ ഈ ഇൻഫ്രാറെഡ് കാണാൻ കഴിയുന്ന ചില ജീവികളുണ്ട്. അവരുടെ പ്രപഞ്ചം നമ്മൾ ഈ കാണുന്ന കൂട്ട് 7 നിറങ്ങളായിരിക്കത്തില്ല. നമ്മൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കഴിയുന്ന പശുവും പല ജീവികളും കാണുന്നത് നമ്മൾ കാണുന്നത്രയും കളറുകളില്ല അവർക്ക്, പാമ്പിനോടും. അപ്പൊ ഇവരൊക്കെ എന്താ, ചിലത് കാണാൻ പറ്റുന്ന ജീവികളുണ്ട്. അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡും ഒക്കെ കാണാൻ പറ്റുന്ന. വയലറ്റിന്റെ ഇപ്പുറത്തുള്ളതിനെ അൾട്രാ വയലറ്റ് എന്ന് വിളിച്ചു അവര്. അപ്പൊ ജീവിതം ഒരു ഫ്രീക്വൻസി മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന സയന്റിസ്റ്റ് പ്രപഞ്ച രഹസ്യത്തെ കുറിച്ച് പറഞ്ഞ എങ്ങനെയാണ്? ഇഫ് യു വാണ്ട് ടു നോ അബൌട്ട് ദ സീക്രട്ട് ഓഫ് ദ യൂണിവേഴ്സ്, യു ഹാവ് ടു തിങ്ക് ത്രൂ ദ ലാംഗ്വേജ് ഓഫ് എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ. അങ്ങനെ പ്രപഞ്ചത്തെ കണ്ടാൽ പ്രപഞ്ച രഹസ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. സാമ്പത്തികപരമായ സ്വാശ്രയത്വം ഒരു ഫ്രീക്വൻസിയാണ്. ദാരിദ്ര്യം ഒരു ഫ്രീക്വൻസിയാണ്. നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ്. ശ്രദ്ധിച്ച മനസ്സിലാവുക, ആ ഫ്രീക്വൻസിയിൽ നിന്ന് അവർ താഴെ അവരുടെ റിലേഷൻഷിപ്പ് പോകും, അവരുടെ സാമ്പത്തികം പോകും. ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആളിന് ആ ഫ്രീക്വൻസി മാറി കഴിഞ്ഞാൽ അയാൾക്ക് സാമ്പത്തികം വരും. ഈ ഫ്രീക്വൻസി ഒക്കെ വൈബ്രേഷൻസ് ആണ്. അതിന് ശക്തി എന്ന് നമ്മൾ വിളിക്കുന്നു. എനർജിയാണ്, ശക്തിയാണ്. അപ്പൊ എല്ലാത്തിന്റെയും മൂലകാരണമായ ഈ ഫ്രീക്വൻസി, എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ ആയ ആ വൈബ്രേഷണൽ ഫീൽഡ്, അല്ലെങ്കിൽ അതിനെയാണ്, ആ എനർജിയാണ്, എനർജിയുടെ മൂല സോഴ്സിനെ ആയ എനർജിയാണ് പറയുന്നത് ആദി പരാശക്തി എന്ന് നമ്മൾ വിളിക്കുന്നത്.
ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു? ഇതൊക്കെയാണ് നമ്മുടെ സൈക്കോളജിയിലെ വിഷയം. ഇപ്പൊ ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ റിസർച്ചിന്റെ വിഷയം ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഈ എല്ലാം ഫ്രീക്വൻസി ആണെന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സന്തോഷവും ദുഃഖവും ഒക്കെ ഫ്രീക്വൻസി ആവുന്നത് എങ്ങനെയാണ്? അതെ, ഈ പ്രാണന്റെ വൈബ്രേഷണൽ ഫീൽഡുകളെ നമ്മുടെ ബ്രെയിൻ ന്യൂറോൺ കെമിക്കൽസിനെ സ്വാധീനിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മുടെ സന്തോഷവും ദുഃഖവും ഒക്കെ, ആരോഗ്യവും അസുഖവും ഇതെല്ലാം. അത് ഏത് തരത്തിലുള്ള അസുഖങ്ങളായാലും ഫ്രീക്വൻസി ഡിഫറൻസ് ആണ്. ഇത് ഫ്രീക്വൻസി ഡിഫറൻസ് ആണെന്ന് പറയാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു എക്സാമ്പിള്, പരീക്ഷാ ഹാളിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ കെമിക്കൽസിന്റെ ചേഞ്ച് അനുസരിച്ചിട്ടാണ് ഓർമ്മകൾ ബ്രെയിനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്. ഈ ബ്രെയിൻ കെമിക്കൽസിനെ രണ്ടായിട്ട് തിരിക്കാം, പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നല്ല ഓർമ്മകളെ കൊണ്ടുതരുന്ന നല്ല കെമിക്കൽസ്, അത് ഡോപാമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നൊക്കെ പറയും. നെഗറ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ കെമിക്കൽസ്, നെഗറ്റീവ് ഓർമ്മകളെ കൊണ്ടുവരുന്ന അഡ്രിനാലിൻ, കോർട്ടിസോൾ, നോറഡ്രിനാലിൻ എന്നൊക്കെ പറയും. ഈ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മള് ഈ ചേഞ്ചസ് ആണ് പഠിക്കുന്നത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷനുകളെ കുറിച്ച് പഠിക്കണം. TV കണ്ട്, ചായയും കുടിച്ച്, മൊബൈലും കണ്ട്, പാട്ടും കേട്ടോണ്ടാണ് ചില കുട്ടികൾ പഠിക്കുന്നത്. എന്നാലേ അവർക്ക് പഠിത്തം വരുള്ളൂ. അപ്പോ ഇത് രേഖപ്പെടുത്തി വെക്കുന്നത് എവിടെയാണ്? ബ്രെയിനിന്റെ നല്ല കെമിക്കൽസ് വെച്ച് നല്ല ബ്രെയിനിന്റെ പോർഷനിലാണ് ഇത് രേഖപ്പെടുത്തി വെക്കുന്നത്. ആയിക്കോട്ടെ, പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ പണ്ട് ശാന്തിക്കൊക്കെ അമ്പലത്തിൽ പോകുമ്പോ ആളുകൾ ഏറ്റവും കൂടുതൽ ചരടിയിരിക്കാനും പേന പൂജിക്കാനും വരുന്ന പരീക്ഷയുടെ തലേന്നാണ്. ആളുകൾ പറയുന്ന ഇതാണ്, തിരുമേനി അവനല്ലെങ്കിൽ അവനെല്ലാം പഠിക്കും, പരീക്ഷാ ഹാളിൽ കയറി കഴിയുമ്പോൾ ഒരു കുന്തോ ഓർമ്മയില്ലെന്നാ പറയും. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ എല്ലാം ഓർമ്മയുണ്ട്. ഇങ്ങനെ അനുഭവിക്കാറുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? ഉണ്ടോ? അങ്ങനെയുള്ളതൊന്ന് കൈവക്കി ആരെങ്കിലും അങ്ങനെ തോന്നാറുള്ളത്, അങ്ങനെ തോന്നിയിട്ടുള്ളതൊന്ന് പറഞ്ഞേ. ആരുമില്ലേ? ഉണ്ട്, ഉണ്ടോ? അപ്പം അങ്ങനെ പരീക്ഷ അതെന്തുകൊണ്ടാണ് വരുന്നത് അറിയാമോ? നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് കയറി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 3 ക്വസ്റ്റ്യന് 4 ക്വസ്റ്റ്യൻ ആൻസർ അറിയാൻ വയ്യെങ്കിൽ നമ്മുടെ ബ്രെയിൻ കെമിക്കൽ, ഈ ഹാപ്പി ആയിട്ടുള്ള ബ്രെയിൻ കെമിക്കലൊക്കെ മാറി ഭയത്തിന്റെ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ വരികയാണ്, ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ അഡ്രിനാലിൻ കൊണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഓർമ്മകൾ മാത്രമേ അപ്പൊ വരുള്ളൂ. എല്ലാ പരീക്ഷയ്ക്കും ഞാൻ ഇങ്ങനെയാണ്, എല്ലാത്തിനും മുട്ടയാണ് കിട്ടുന്നത് പറയാൻ കാരണം ഇതെല്ലാം ഓർമ്മ വരും. എന്നും ഇങ്ങനെയാണ്. പോസിറ്റീവായിട്ടുള്ള ഒന്നും ഓർമ്മ വരത്തില്ല. മനസ്സിലാവുന്നു? അവസാനം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് രാഗിക്കൊണ്ട് ഇറങ്ങി വരും. ആരോട് സംസാരിക്കാൻ പോലും നിൽക്കത്തില്ല. ഒരു കടയിൽ വന്ന ഒരു ചായ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഓർമ്മ വരും. കാരണം ഇപ്പൊ ആ സ്ട്രെസ് പോയി, വീണ്ടും ഡോപാമിൻ വന്നു, എല്ലാം ഓർമ്മ വരും. നേരെ മറിച്ച് പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ആദ്യത്തെ 4 എണ്ണം അടിപൊളിയായിട്ട് ആൻസർ അറിയാവുന്ന വൃത്തിയായിട്ട് എഴുതി. 5ാമത്തെ അത്ര നല്ലതായിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ എഴുതാതെ വരുമോ? എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കത്തില്ലേ? കേട്ടത് വരെ ഓർത്ത് എഴുതി വെക്കും. കണ്ടോ? ബ്രെയിൻ കെമിക്കൽസ് വർക്ക് ചെയ്യുന്നതാണ്. കണ്ടോ? വഴക്കുമ്പോ കേട്ടില്ലേ, നീ അങ്ങനെ പറഞ്ഞില്ലേ, പണ്ട് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. കാരണം ആ നെഗറ്റീവ്, ആള് ചെയ്ത നെഗറ്റീവ് എല്ലാം ഓർമ്മ വരുന്നുണ്ട്, ചെയ്ത നല്ല കാര്യം ഒന്നും ഓർമ്മ വരത്തില്ല. ചില ആൾക്കാർ പറയും എന്റെ മാതാപിതാക്കളാണ് എന്റെ ദുരന്തം ആണ്. അങ്ങനെ ഉണ്ടോ? പിന്നെ ഇയാളിങ്ങനെ എത്രയും വളർന്ന എങ്ങനെ? രാത്രിയിൽ എടുത്തോണ്ട് ആശുപത്രി കൊണ്ടുപോയി അത് ചെയ്തിട്ടല്ലേ വളർന്നത്. നല്ലതൊന്നും ഓർക്കുന്നില്ല അവര് ചെയ്യുക, അല്ലേ? പൈസ ഇല്ലാതെ വന്നപ്പോ PP വാങ്ങിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് തുടങ്ങും. അന്നേരം മുതലുള്ള ഓർത്ത് വെച്ചിട്ട് അതെല്ലാം പറയും. പക്ഷെ ആശുപത്രി കൊണ്ടുപോയത് മറ്റേ ചെയ്തതോ എടുത്തോണ്ട് നടന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ എന്തുവാ ഉത്സവത്തിനൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ മറന്നു. ചെയ്യാത്തത് കൃത്യമായി ഓർത്തിരിക്കും. കാര്യം എന്താ? ആ കെമിക്കലാണ് ബ്രെയിനിൽ നിൽക്കുന്നത്. അപ്പൊ ഇതൊരു ഫ്രീക്വൻസി ആണ് എന്ന് മനസ്സിലാക്കണം. ഡിപ്രഷനുള്ള ആൾക്കാരെ എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല, അറിവില്ലാത്തതൊന്നും അല്ല. പക്ഷെ അറിവൊന്നും ആക്സസ് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല.
അത് ആ ഫ്രീക്വൻസിയാണ്, എനർജി ഫ്രീക്വൻസിയാണ്. അപ്പൊ ഈ എനർജി ഫ്രീക്വൻസികളെ മാറ്റുന്നത് എന്താണ്? സൂക്ഷ്മ ശക്തികളാണ്. അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഇൻഫ്രാറെഡും അൾട്രാവയലറ്റും ഉള്ള പോലെ തന്നെ വൈബ്രേഷണൽ ഫീൽഡുകള് നമ്മളുടെ ബ്രെയിൻ കെമിക്കൽസിന് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ആളുകള് വഴക്കുണ്ടാക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും കൊലപാതകം ചെയ്യുന്നതും എല്ലാം. മനുഷ്യര് ബേസിക്കലി നല്ലവരാണ്. ഇങ്ങനെയുള്ള സൂക്ഷ്മ ശക്തികളെ പൊസസ്ഡ് ആയിട്ടാണ്. നമ്മൾ ഇവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് മാറ്റുമ്പോഴോ പൂജ കഴിച്ചിട്ട് ആവാഹിക്കുമ്പോഴോ ഈ സംഭവങ്ങൾ പുറത്ത് വന്ന് സംസാരിക്കാറുണ്ട് മിക്കവാറും. ഞാൻ ഇവരുടെ കൂടെ കൂടിയിട്ട് 20 കൊല്ലമായി, 30 കൊല്ലമായി. ഇന്ത്യയുടെ ബുദ്ധിമുട്ട്, ഇതിന്റെ എല്ലാം വീഡിയോസ് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഒരുപാട്. സ്ഥിരം ഇത് തന്നെ നടക്കുന്നു. ഈ സാധനങ്ങളാണ് ആളുകളുടെ ബ്രെയിൻ കെമിക്കൽസിനെ ഹൈജാക്ക് ചെയ്ത് മാറ്റുന്നത്. അപ്പൊ അവർ അശക്തരായി മാറും. ഇത് വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഡോക്ടർമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ലോകത്താർക്ക് മനസ്സിലാവുകയില്ല. അതൊക്കെ നിന്റെ തോന്നലാണ്, നിന്റെ അഹങ്കാരം കൊണ്ടാ. അവളെ അല്ലെ അവന്റെ മോന്ത കിട്ടൊരു അടി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഇപ്പൊ മാറും. അവന്റെ വട്ടം കൂട്ടുമല്ല മാറുമോ? ബ്രെയിൻ കെമിക്കൽസ് മാറി കിടന്നില്ലേ? ആര് വിചാരിക്കുന്നത് ഇത് മാറണമെങ്കിൽ? അവനോ തന്നെ വിചാരിക്കണം. ലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ ഉള്ള ഒരു പൂജാരിയോ മന്ത്രവാദിയോ ദൈവത്തിനെയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പോയി കണ്ണാടി നോക്കിയാൽ മതി. കണ്ണാടി നോക്കിയാൽ കാണാം നമ്മളെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന ആളിനെ നമ്മൾ തന്നെ ഉണ്ട്. നാം ഉത്തരേ ആത്മനാത്മാവെന്ന് ഗീത പറയുന്ന അവനവനെ ഉദ്ധരിക്കണം. ഒരു ഡോക്ടറിനെ എന്നും ജീവിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവനവനെ അശക്തനായിട്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അവനവനെ ഉദ്ധരിക്കും? ഇങ്ങനെ നെഗറ്റീവ് എനർജി പിടിച്ചിട്ട് ബ്രെയിൻ കെമിക്കൽ മാറി അൾട്രനാളം എപ്പോഴും അകാരണമായി ഭയം, കൈക്ക് വിരിപ്പ്, കാലിന് കിഴപ്പ്, തലയ്ക്ക് വേദന, വയറിന് പ്രശ്നം, ഒടുങ്ങാത്ത ദിവസമില്ല, ഗ്യാസ് പ്രോബ്ലം, അത് ഇത് സ്കാൻ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, ചെയ്യാൻ ഇനി ഒന്നുമില്ല. അവസാനം സൈക്യാട്രി റെഫർ ചെയ്തു. സൈക്കോസോമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞ് സൈക്യാട്രിസ്റ്റ് കുറെ ഗുളിക കൊടുത്ത് ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പം ഷുഗർ പിടിക്കും. പിന്നെ ഓരോ അവയവത്തിന് പ്രശ്നം വരുന്നു. 100 പ്രശ്നങ്ങൾ. ഇതൊക്കെ മാറുന്നുണ്ടോ? അതുമില്ല. തലക്ക് എപ്പോഴും മന്തിപ്പാന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ എന്താണ്? കണ്ണിന് പ്രശ്നമുള്ളവരുണ്ട്, രണ്ടായിട്ട് കാണുന്നു. ഇതെന്തോ നോക്കുമ്പോ ശരീരത്തിനൊന്നും ഒരു കുഴപ്പമില്ലതേ. എത്ര പേരാണ് അറിയിക്കുന്നതെന്നറിയോ? കോടിക്കണക്കിന് ആളുകളാണ്. ഇതിനൊന്നും സൊല്യൂഷൻ ഇല്ല. എന്നാ ഉണ്ട്, ഭാരതത്തിൽ അതിന് സൊല്യൂഷൻ ഉണ്ട്, തന്ത്രത്തിലുണ്ട്. എനിക്കല്ലേ ഇതൊക്കെ അശക്തനായിരിക്കുന്നത്? ഞാൻ പറഞ്ഞ പേഴ്സണാലിറ്റി ഒരുപാട് ഫെയിലിയർ ഹിസ്റ്ററി ഉള്ള ആളാണ്. എന്റെ പരാജയങ്ങളുടെ ഒരു ഘോഷയാത്ര എന്റെ മനസ്സിൽ കാണും. അത് ഓർത്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒരിക്കലും എന്റെ പേഴ്സണാലിറ്റി കൊണ്ട് എനിക്ക് ഈ നെഗറ്റീവ് സൂക്ഷ്മശക്തികളോട് ഫൈറ്റ് ചെയ്ത് കയറി വരാൻ പറ്റൂല. അവിടെയാണ് ഒരു മഹത്തായ ക്ഷേത്രം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത്. മഹാദേവൻ അല്ലെങ്കിൽ ആദിപരാശക്തി ഇതൊക്കെ ഉള്ളതാണോ അറിയണമെങ്കിൽ ചോറ്റാനിക്കര പോയാൽ മതി. വലിയ ഒരു സമയത്ത് ബന്ധുവിന്റെ വീട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരും. ബന്ധുവിന്റെ വീട്ടിലൊക്കെ പോയിട്ട് അമ്പലമാണെന്ന് പറയത്തില്ല, തെക്കുവശത്തോടെ കയറുമ്പോ മതിലങ്ങോട്ട് കയറുമ്പോ തുള്ളാൻ തുടങ്ങും പലരും. ഈ ചില ആൾക്കാരൊക്കെ സൂക്ഷ്മശക്തികളുള്ളത്. എല്ലാവരും എപ്പോഴും അല്ല, ചിലതൊക്കെ അവിടെ ഇരുന്ന് കുരുതി കഴിയുമ്പോഴേ അത് വരത്തുള്ളൂ. എങ്കിലും ഞാൻ പറയാം, ചിലതൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് എന്തൊക്കെയോ ഇല്ലേ? അവിടെ നമ്മുടെ പേഴ്സണാലിറ്റി ബൈപ്പാസ് ചെയ്യപ്പെടുന്നു. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ. സൂക്ഷ്മശക്തികളുടെ പ്രൊസഷനിലൂടെ വരുന്നതാണ് എല്ലാവിധ വിഷയങ്ങളും. സാമ്പത്തിക ബുദ്ധിമുട്ടായാലും, അസുഖങ്ങളായാലും, വഴക്കായാലും, കേസായാലും, ഇതിന്റെയൊക്കെ പിന്നിൽ സൂക്ഷ്മശക്തികളുണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം
പേഴ്സണാലിറ്റി എന്നുള്ളതിനെ കുറിച്ച് സൈക്കോളജിസ്റ്റ് ആൽപോർട്ടിന്റെ ഡെഫിനിഷൻ എന്താണെന്നറിയോ? പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദ ഇൻഡിവിജ്വൽ ഓർ സൈക്കോ-ഫിസിക്കൽ സിസ്റ്റം വിച്ച് ഡിറ്റർമിൻസ് ഹിസ് അൾട്ടിമേറ്റ് ക്യാരക്ടറിസ്റ്റിക് ബിഹേവിയർ ആൻഡ് തോട്ട്. ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വൈബ്രേഷണൽ ഫീൽഡുകൾ ചേരുന്നതാണ് എന്ന് സൈക്കോളജി പറയും. അത് ഈ സൂക്ഷ്മ ശക്തികളാണ് പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ നല്ലതായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ 100 എണ്ണമുള്ള സൂക്ഷ്മ ശക്തികൾ, എക്സാമ്പിള് 60 എണ്ണം നല്ലതാണെങ്കിൽ അവൻ നല്ലതായിട്ട് പെരുമാറും, 60 എണ്ണം മോശമായിട്ട് പെരുമാറും. ഇന്ന് പെരുമാറുന്നിട്ട് ഒരാൾ നാളെ പെരുമാറിക്കോടുള്ള യാതൊരു നിർബന്ധവും. ഇന്ന് നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ നന്നായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ എന്റെ 60% നല്ല പേഴ്സണാലിറ്റി വൈബ്രേഷൻ ഫീൽഡുകളുണ്ട്. നാളെ നിങ്ങൾ വരുമ്പോ, മറ്റേനാൾ നിങ്ങൾ വരുമ്പോ, നാളെ ഞാൻ ആരെങ്കിലുമായിട്ട് സഹകരിച്ചു, അവനുമായിട്ട് പോയി വെള്ളം ഒടിക്കുവോ വല്ലതും ചെയ്തു, അല്ലെ എന്തെങ്കിലും ചെയ്തു, അവന്റെ 4 എണ്ണം എന്റെ ഉള്ളിലോട്ട് കയറും. അതിന്റെ അടുത്ത ദിവസം നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി എങ്ങനെയാ? പുള്ളി നല്ല പെരുമാറും, സീതിന് മുമ്പ് അവിടെ ചെന്നപ്പോ നല്ല സ്വീകരണമായിരുന്നു. എവിടെ നേര് വന്നപ്പോ ചോദിക്കും, എന്താ വന്നേ? ഇതിന് വന്നു അല്ല, കാണാൻ എന്താണ് കാണാൻ കണ്ടില്ലേ നോക്കൂ. അതല്ല, ഒരു കാര്യം സംസാരിക്കും. എന്താ കാര്യം? അല്ല വേണമെന്നില്ല, വീട്ടിലങ്ങനെ പോ, എനിക്ക് അങ്ങനൊന്നുമില്ല. എന്ത് പറ്റിയതാ? ഇന്നലെ പോയ 6 മണിക്കൂർ 2 എണ്ണം കൊണ്ട് വന്നിരിക്കുക. ഒരു ഗ്യാരണ്ടി ഇല്ല ആളുകൾ പെരുമാറുന്നു. അതുകൊണ്ട് ലോകത്താരെയും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. വിശ്വസിച്ചവർക്കെല്ലാം പണി കിട്ടും. വിശ്വസിക്കാൻ കഴിയുന്ന ഒരേ ഒരാളെ ഉള്ളൂ ആന്തരിക ലോകത്തുള്ള നമ്മുടെ ഉപാസനാമൂർത്തി. അത് മഹാദേവനെങ്കിൽ മഹാദേവൻ, ദേവി എങ്കിൽ ദേവി. ആരാണോ ഒരു ദേവതയെ വിശ്വസിച്ചാൽ ആ ദേവൻ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ ദേവതയെ വിശ്വസിക്കൂല, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് സംശയം വരും. കാരണം ഈ ലോകം നമ്മളെ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോയല്ലേ. അവിടെ സത്സംഗമില്ലെങ്കിൽ, ആചാര്യന്മാരുമായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ ഈ ദേവതകളുള്ള വിശ്വാസം ഇടയ്ക്കിടയ്ക്ക് പോവും അല്ലെ. ആളുകൾക്ക് നെഗറ്റീവാണ് കൂടുതൽ. നമ്മൾ ചുമ്മാ നിന്ന മരിച്ചു പോകത്തക്ക രീതിയിലാണ് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നത്. നെഗറ്റീവായി ചത്തുപോവാൻ വളരെ എളുപ്പമാണ്, നന്നാവാനാണ് ബുദ്ധിമുട്ട്, എഫർട്ട് ഇടേണ്ടി വരുന്നത്. അതുകൊണ്ട് സത്സംഗം, ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് ഈശ്വര ഉപാസന കൊണ്ട് മാത്രമേ സൂക്ഷ്മശക്തികളെ പ്രതിരോധിക്കാൻ പറ്റൂ. ഇതെല്ലാം എന്റെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് പിന്നീട് കാണിച്ചു തരാം. ഈ മൊബൈലിലൊക്കെ ബോഡിയില് ഈ ഇങ്ങനെയുള്ള ശക്തികൾ വന്ന് സംസാരിക്കുന്ന വീഡിയോസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട് എന്റെ മൊബൈലില്. എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫേസ് മറച്ചിട്ടിട്ടുണ്ട്, ഇങ്ങനെ ബോഡിയിൽ വന്ന് സംസാരിക്കുന്നു വേറെ ആൾക്കാരെ. ഇത് ചിലർക്ക് കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഇതില്ലാത്ത ആരുമില്ല, ഇതില്ലാത്തവരാരുമില്ല, ഇതില്ലാത്തവരാരുമില്ല. ഇങ്ങനെയുള്ള നെഗറ്റീവ് ശക്തികളെ പ്രതിരോധിക്കണമെങ്കിൽ ഈശ്വര ഉപാസന കൊണ്ട് മാത്രമേ സാധിക്കൂ. അത് നമ്മൾ ഉപാസിച്ചെങ്കിൽ മാത്രമേ പറ്റൂ. ഡിപ്പെൻഡൻസിയിൽ ഒരിക്കലും പറ്റത്തില്ല. ഇതെപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാൻ ഒരു മന്ത്രവാദിക്ക് പറ്റത്തില്ല, ഒരു ഡോക്ടർക്ക് പറ്റത്തില്ല, ഒരു സൈക്യാട്രിസ്റ്റിന് പറ്റത്തില്ല. നമ്മളെ വെൽ ബീയിങ്ങിൽ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ ഉപാസന മൂർത്തിക്ക് മാത്രമേ സാധിക്കൂ. ഹയർ വൈബ്രേഷണൽ ഫീൽഡുകളെ പിടിച്ചെങ്കിൽ മാത്രമേ ലോവർ വൈബ്രേഷണൽ, നെഗറ്റീവ് വൈബ്രേഷണൽ ഫീൽഡുകൾ പോകത്തുള്ളൂ. പോസിറ്റീവ് ഹയർ വൈബ്രേഷണൽ ഫീൽഡ്, ഇത് നിങ്ങൾക്ക് ഈ സൂക്ഷ്മ ലോകത്തെ കുറിച്ച് ഒബ്സർവ് ചെയ്ത് വരുന്നതനുസരിച്ച് മാത്രമാണ് ഒരാൾക്ക് ജീവിതത്തിൽ സമയത്തിലും പണത്തിലും സ്വാതന്ത്ര്യം കിട്ടൂ. ഒരു മേശനി പണിക്ക് പോകുന്ന ഒരാള് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ വർക്ക് ചെയ്യുന്നു, പണിയെടുക്കുന്നു. അയാൾക്ക് ഒരു ദിവസത്തെ സാലറി കിട്ടുന്നു. അയാൾക്ക് സ്വഭാവം ഒന്നും നേരെ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഉണ്ടോ? ജോലി ചെയ്താ പോരെ? മൈൻഡ് നേരെ ആവുന്നുണ്ടോ? മൈൻഡ് നന്നായിട്ട് പെരുമാറുന്നുണ്ടോ? ഇല്ല. അയാൾ കത്തായി ചുമക്കുന്നു, ഓക്കെ അത് ചെയ്യുന്നു, ഓക്കെ നല്ല കാര്യം. മോശമോ നല്ല പറയും. അയാൾക്ക് സ്വഭാവം നേരെ ആവണമെന്ന് നിർബന്ധമില്ല, കാശ് കിട്ടും. നേരെ പറഞ്ഞ് ചില ആളുകൾ ഇവരുടെ മൈൻഡ് സ്വന്തം മനസ്സിനെ ശ്രദ്ധിച്ച് പെരുമാറ്റത്തെയൊക്കെ കൺട്രോൾ ചെയ്ത് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് കിട്ടുമ്പോൾ അയാൾ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് മാറും. 10 പേരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ ഇടയ്ക്ക് വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വരാം, ചായയൊക്കെ ഒന്ന് കുടിക്കാൻ സമയത്തിലും പണത്തിലും സ്വാതന്ത്ര്യം കൂടുതലില്ലേ?
ഉണ്ടോ ഇല്ലയോ? അപ്പൊ അയാൾ മനോമയ കോശത്തിലേക്ക് എത്തി. നമുക്ക് 5 ശരീരമുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ. 5 ശരീരത്തെ കുറിച്ചായി പറയുന്നത്. അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. അന്നമയത്തിൽ നിൽക്കുന്ന ആൾ അവിടുന്ന് മനോമയത്തിലേക്ക് എത്തി. മനോമയത്തിൽ നിന്ന് ചില ആളുകൾ പ്രാണമയത്തിലേക്ക്, ഊർജ ലോകത്തേക്ക് ഉണരും. ബ്രെയിനിലൂടെ, തലയിലൂടെ വരുന്ന ഊർജം എത്ര പുറത്തേക്ക് വരുന്ന ആളുകളുടെ കൈകളിലൂടെ എന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ബിൽഡിങ്ങിന്റെ ഇത്രയും പോർഷൻ പൊളിച്ചു മാറ്റണമെങ്കിൽ 200 ജോലിക്കാർ വേണം. രാവിലെ മുതൽ വൈകിട്ട് 5 മണി വരെ 200 പേര് പണിയെടുത്തെങ്കിലേ ഈ ഫ്ലാറ്റിന്റെ ഇത്രയും പോർഷൻ പൊളിച്ചു മാറ്റാൻ പറ്റൂ. ആ എനർജിയെ അളക്കാനുള്ള കഴിവ് കിട്ടുമ്പോൾ അയാളോ ബിസിനസ്സുകാരനായിട്ട് മാറും. അപ്പം 100 പേര് ബംഗാളീസ് ആയിരിക്കാം, അല്ലെങ്കിൽ 100 പേര് ഇന്ന സൈറ്റില്, 20 പേര് ഇന്ന സൈറ്റില്, 56 പേര് മറ്റേ കായംകുളത്തുള്ള സൈറ്റില് ഇങ്ങനെ ഫോൺ വിളിച്ച് പറയുമ്പോൾ ആളുകൾ അവിടെ പോകുന്നു, ഈ എനർജി അങ്ങോട്ട് ഒഴുക്കുന്നു, ഇതൊക്കെ പൊട്ടിക്കുന്നു, വേണ്ട കാര്യങ്ങൾ നടക്കുന്ന. ആ കൃത്യമായ എനർജിയെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ് കിട്ടുമ്പോൾ അയാൾ ബിസിനസ് ഓണറാവും. അയാൾക്ക് പണത്തിലും സമയത്തിലും ഭയങ്കര ഫ്രീഡമാണ്. ഇഷ്ടംപോലെ കാശ്, ഇഷ്ടംപോലെ സമയമുണ്ട്. കാരണം എനിക്ക് ആളെ വെച്ചേക്ക ഫോണിൽ കൂടെ ജസ്റ്റ് വിളിച്ച് കറക്റ്റ് ചെയ്താൽ മതി. പിന്നെ അയാള് അപ്പൊ എന്തായി? പ്രാണമയ കോശത്തിൽ അയാൾ ഉണർന്നു. എനർജി ലോകത്ത് അയാള് ഉണർന്നു. ശരിയല്ലേ? അന്നമയം ജോലി ചെയ്യുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്നു, പൈസ കിട്ടുന്നു, പോകുന്നു. ഫിസിക്കൽ അധ്വാനമാണ് അവിടെ. മനോമയം മാനസികമായി ഇമോഷന്റെ ആളുകളെ പേടിപ്പിച്ചോ, ശമ്പളം കട്ട് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യണോ എന്നൊക്കെ പേടിപ്പിച്ചോ, മോട്ടിവേഷൻ കൊടുത്ത് നിനക്ക് ഫോറിൻ ടൂർ തരാം, നിനക്ക് ടാർഗറ്റ് ഇത്രയൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന, ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ആൾക്കാര് സൂപ്പർവൈസറായി. അവിടുന്ന് ഈ 100 പേര് അവിടെ, 200 പേര് അവിടെ, 300 പേര് ഇന്നടത്ത് വർക്ക് ചെയ്യും. അപ്പൊ അത്രയും എനർജി വരുമ്പോ അത്രയും കാര്യം നടക്കും. ആ എനർജി ഇറക്കാനുള്ള കഴിവിലെത്തുമ്പോ ബിസിനസ് ഓണറായി പ്രാണമയ കോശത്തിൽ ഉണരുന്നു. അവിടുന്ന് ഈ എനർജിയെ കുറിച്ച്, പ്രാണന്റെ ഗതിവിഗതികളെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ അയാൾ ഷെയർ മാർക്കറ്റിൽ ആ പ്രാണൻ ഇങ്ങനെ പൊങ്ങും താഴും ചെയ്ത് നോക്കിയിരിക്കും. ഇൻവെസ്റ്ററാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കും. പൈസ മണി വിൽ ചേസ് ദം. പൈസ അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവിടെ ആരും വർക്ക് ചെയ്യുന്നില്ല. ഇൻവെസ്റ്ററായി. ഇത് വിജ്ഞാനമായ കോശത്തിലെത്തി. പക്ഷേ ആത്മീയതയിൽ മാത്രമേ പൂർണ്ണ ആനന്ദമയ കോശത്തിൽ എത്താൻ പറ്റൂ. ഇതിനൊരു സന്തോഷമൊക്കെ കക്ഷി കാണും. പക്ഷേ കക്ഷിക്ക് ചിലപ്പോൾ അസുഖങ്ങൾ കാണും, പല ബുദ്ധിമുട്ടുകൾ കാണും, 100 കണക്കിന് പ്രശ്നം, റിലേഷൻഷിപ്പ് ഇഷ്യൂ കാണും, പല ഇഷ്യൂസ് കാണും. ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിലെ പുള്ളി ഇങ്ങനെ കയറി വന്നിട്ടുള്ളൂ, മനോമയം ആനന്ദം വരെ. പക്ഷേ ആത്മീയതയില് ഒരു നല്ല ദേവതയെ നമ്മള് ജപിച്ച് നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചാൽ ഈ ആനന്ദം ഇതൊന്നുമില്ലാതെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ആളുകൾക്ക് സെക്സിൽ കിട്ടുന്നതിന് 10,000 ഇരട്ടി സുഖം സഹസ്രാരത്തിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ പുറത്ത് ഒന്നും ഉണ്ടെങ്കിലും പ്രശ്നമില്ല, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ആളുകൾ സ്നേഹിച്ചാലും കുഴപ്പമില്ല, സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നെ സ്നേഹിക്കാൻ എന്റെ ഉപാസനാ മൂർത്തിയുണ്ട്, എന്റെ ദേവതയുണ്ട്. പൂർണ്ണമായ ഹാപ്പിനെസ് ആണ്. ഒരു പരാതി പരിഭവമില്ല. യജ്ഞപൂർവ്വമുള്ള കർമ്മം ഉണ്ടാവും. എപ്പോഴും മരിക്കാൻ നേരം സന്തോഷമായിരിക്കും. മരണത്തെ ഭയമില്ല. എല്ലാ ഭയവും മരണഭയമാണ്. അടിസ്ഥാനപരമായിട്ട് അതും ഇല്ലാത്ത അവസ്ഥയിലുണ്ട്. പ്രായോഗികമായി എല്ലാ മനുഷ്യന്റെ അവകാശമാണ് ഈ പറയുന്ന അവസ്ഥ. എല്ലാ മനുഷ്യരുടെയും നീ വരുന്ന സത്യം, ജ്ഞാനം, ആനന്ദം ഗുരുദേവൻ പറയുന്നു. ഇത് നേടുന്നത് സത്യം, സത്യത്തിലൂടെ ഉണ്ടാകുന്ന അറിവ്, ജ്ഞാനം, അതിലൂടെ കിട്ടുന്ന ആനന്ദം. അപ്പം എന്താണ് ഇതിന് വേണ്ടത്? ഇത് നേടാൻ ധർമ്മം പാലിച്ചാൽ മാത്രം മതി. ധർമ്മോ രക്ഷിതാണ്. ധർമ്മത്തെ രക്ഷിച്ചാൽ ആ ധർമ്മം അവരെ രക്ഷിക്കും. എന്താണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്? ഈ ധർമ്മം പാലിക്കുന്നവരാണ് വിജയിക്കുന്നത്. ഈ ധർമ്മത്തെ തിരിച്ചറിയുന്നവനാണ് ഈ ഊർജ്ജത്തെ, പ്രാണനെ നിയന്ത്രിക്കുന്നത്. പ്രാണനെ നിയന്ത്രിക്കുന്നവനാണ് ആനന്ദം അനുഭവിക്കുന്നത്. ധർമ്മം എന്ന് തിരിച്ചറിയും, സ്നേഹത്തിൽ നിന്ന് തിരിച്ചറിയും. ധർമ്മപരമായ ജീവിതം
സ്നേഹത്തിൽ നിന്ന് എന്റെ കൂട്ടാണ് നിങ്ങൾക്ക് മാനസിക വിഷമം ഉണ്ടായാൽ എന്ന് ഞാൻ നിങ്ങളെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് എനിക്ക് ധർമ്മം പാലിക്കാൻ പറ്റുന്നത്, സത്യം പാലിക്കാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമേ നിങ്ങൾ എന്നെ സ്നേഹിക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളിൽ എന്തെങ്കിലും ഗുണം കിട്ടുന്നു. അപ്പോൾ അവിടെ പ്രാണൻ ഊർജം പോസിറ്റീവായിട്ട് എന്നിലേക്ക് വരുന്നു, ഞാൻ വിടുന്ന ഊർജം. അപ്പോൾ പ്രാണമയകോശം പോസിറ്റീവ് ആകുന്നു. അപ്പൊ ദേവതകൾ, നല്ല ദേവതകൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങും. സത്യം പാലിക്കുമ്പോൾ, ധർമ്മം പാലിക്കുമ്പോൾ തന്നെ. കള്ളം പാലിക്കുന്ന ആളുകളിലേക്ക് മോശം ദേവതകള്, ഈ ബാധകളൊക്കെയാണ് കടന്നു വരുന്നത്. ഈ അഡിക്ഷൻ, മദ്യപാനം പോലുള്ള കാര്യങ്ങളിൽ ഈ ബാധകള് ഭയങ്കരമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. സൂക്ഷ്മശക്തികൾ വളരെ ഫാസ്റ്റായിട്ടാണ് നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. നല്ലൊരു കാര്യത്തിനാണ് അത്തരം നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പതുക്കിയത്. അപ്പൊ നമ്മുടെ ദേവതാ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. ഉപാസനകൾ, പ്രാർത്ഥനകൾ യാന്ത്രികമായി പോകുന്നത് കൊണ്ടും ഈ സൂക്ഷ്മശക്തികൾ നമ്മളിലേക്ക് വരും. നമ്മൾ എന്നും അമ്പലത്തിൽ പോകുന്ന ആളാ. എന്നും അമ്പലത്തിൽ പോയിട്ട് എനിക്ക് ദുരിതമാണല്ലോ, അല്ലെ? ചില പറയും നാമം ജപിക്കും തോറും ദുരിതം കൂടുക, അല്ലു കുടിച്ചിറക്കുന്നൊരു കുഴപ്പമില്ല. പലർക്കും തോന്നിയിട്ടില്ല നാമം ജപിക്കും തോറും ദുരിതം കൂടുന്നതായിട്ട് തോന്നിയിട്ടില്ലേ? ഉണ്ടോ? ഇല്ല, സത്യം പറയണം, പഠിക്കേണ്ട കാര്യമില്ല. ചേച്ചിമാരൊക്കെ പറയുന്നുണ്ടെന്ന്. നാമം ജപിക്കാൻ പേടിയാതിരുന്നു, അമ്പലത്തിൽ പോകാൻ പേടിയാ. പോയാ അന്ന് കഷ്ടകാലം. രണ്ട് കാരണമുണ്ട്, മനസ്സിലാക്കണം. അതിന് കാരണം ഇതാണ്. ഒന്ന്, നമ്മളുടെ ഉപാസനകൾ യാന്ത്രികമായി പോകുന്നോണ്ടാണ്. ഉപാസന എത്ര വലിയ ആളായാലും യാന്ത്രികമായി പോകാൻ ചാൻസ് ഉണ്ട്. വലിയ വലിയ ഉസ്താദുമാരൊക്കെ, വലിയ വലിയ ഉപാസകരൊക്കെ ചിലപ്പോ ഇങ്ങനെ പതിച്ചു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തന്ത്രത്തിൽ. ഉപാസന അവരെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ പൂജ കഴിക്കുന്നു, നവാവരണ പൂജയായിട്ട് ശ്രീചക്രത്തിൽ പൂജ കഴിക്കുന്ന ആളാണ്. കുറെ നാളായിക്കുമ്പോ ഇത് യാന്ത്രികമാവും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോ ഏറ്റവും നന്നായിട്ട് ഓടിക്കുന്ന എപ്പോഴാ വണ്ടി, കാറ് വൃത്തിയായിട്ട് ഓടിക്കുന്ന എപ്പോഴാണ്? കാറ് പഠിക്കുന്ന സമയത്താണ്. കാര്യം എന്താ? വല്ല ഇടിക്കുമെന്നുള്ള പേടി കൊണ്ട് വളരെ ശ്രദ്ധിച്ച് പതുക്കെ, ആവശ്യമില്ലാതെ ഓവർടേക്ക് ഒന്നും ചെയ്യത്തില്ല. അപ്പൊ കുഴപ്പമൊന്നും വരത്തില്ല. എപ്പോഴാ പണി കിട്ടുന്നത്? ഏതിങ്ങനെ പാട്ടൊക്കെ പാടി ഒരു ബോധയിലാണ് ഭയങ്കര സ്പീഡിൽ പോകുമ്പോ അയ്യോ ഒരു സൈക്കിളുകാരൻ ഇങ്ങോട്ട് കയറി വന്ന് കണ്ടോ അയ്യോ എല്ലാം ഇടിയും കഴിഞ്ഞെല്ലാം കഴിയും. ശ്രദ്ധ പോയി. ഇതുപോലെ ഈശ്വരോപാസന അമ്പലത്തിലൊക്കെ ആദ്യമൊക്കെ പോയപ്പോ നല്ല സുഖം, പിന്നെ സ്ഥിരമാക്കി. അപ്പൊ ജീവിതത്തിലെ ഉയർച്ച ഉണ്ടായി, സാമ്പത്തികം കിട്ടുന്നു, അത് കിട്ടുന്നു, ഇത് കിട്ടുന്നു, പ്രാർത്ഥന ചെയ്യുന്നു. പിന്നെ ഇതൊരു യാന്ത്രികമായി എന്താ അമ്പലത്തിൽ ചുറ്റും കറങ്ങുന്നു. പിന്നെ ശകലം ഒരു സുഖം കിട്ടുന്ന ആരുടെങ്കിലും വർത്താനം പറയുമ്പോ അമ്പലത്തിൽ വരുമ്പോ ഓനൊക്കെ ഗൾഫിൽ നിന്ന് വിളിക്കാറുണ്ടോ? സുഖം തന്നെ. ഇതിനാണ് അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ബോറടിച്ച് ദേവതയായിട്ടുള്ള ബന്ധം എവിടെയോ പോയി. അപ്പൊ എന്ത് പറ്റും? അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ബുദ്ധിമുട്ടുകള് കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് വയ്യ, അല്ലെങ്കിൽ ഇന്ന ഒരു അസുഖം വന്നു, അല്ലെ നമ്മുടെ ജോലിയിൽ നിന്ന് ഒരു നഷ്ടം വന്നു, ബിസിനസ്സില് എന്തെങ്കിലും ഒരു ചെറിയ സാധനം വരുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ഇതൊരു ഭയങ്കര സംഭവമാണ്. അപ്പൊ ആദ്യം ഉപാസന തുടങ്ങിയ സമയത്ത് ദേവത ഒന്നാമതായിരുന്നു. ശരിയല്ലേ? ഇപ്പൊ നമുക്ക് എന്താണ് ഏറ്റവും വലിയ പ്രശ്നം? നമ്മുടെ ചിട്ടി അടയ്ക്കാൻ പറ്റിയില്ല കഴിഞ്ഞ മാസം. ഈ മാസം കൂടെ ആകുമ്പോൾ പെൻഡിങ് ആവും. പിന്നെ അത് പ്രശ്നം, ആ അസുഖം, ഈ അസുഖം, മറ്റേ പ്രശ്നം, ദൈനംദിന കാര്യങ്ങള് ഒന്നാമതാകും. ഉപാസന യാന്ത്രികമായി പോയി. പക്ഷെ എന്നും അമ്പലത്തിൽ പോകുന്നുണ്ട്, എന്നും നാമം ജപിക്കുന്നുണ്ട്, നേരത്തേലും കൂടുതൽ ജപിക്കും. മനസ്സുണ്ടോ? അവിടെ ഹൃദയമുണ്ടോ? ഭക്തിയുണ്ടോ? സ്നേഹമുണ്ടോ? സ്നേഹം ബാധകൾ ശരീരത്തിൽ വരുമ്പോ പറയുന്നത് ഇവളുടെ അമ്മയും അച്ഛനെയും ഭയങ്കര സ്നേഹം, അതാ അവളെ കൊല്ലാൻ പറ്റാത്തത്. കുറെ നാളായിട്ട് ഞാൻ ഇത് നോക്കിക്കൊണ്ട് നടക്കുക. സ്നേഹം. 3 കാര്യങ്ങളുള്ളവരെ നെഗറ്റീവ് എനർജി പിടിക്കത്തില്ല. പ്രേതബാധ, ശത്രുക്കളുടെ പ്രാക്ടോസ് പിടിക്കത്തില്ല. എന്നെ ഇവിടെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ടതാ. ഇന്നാല് പറഞ്ഞു വിട്ടതാ. എനിക്ക് കൈക്കൂലിയും തന്ന, കോഴിയെ വെട്ടി തന്നാലും ഞാൻ ഇവിടെ കൊല്ലാൻ എങ്ങനെ പോകുന്നത്? ഇതെല്ലാം വീഡിയോ ഉണ്ട് എന്റെ കയ്യിൽ കേട്ടോ, മൊബൈലിൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളത് കാണിച്ചു തരാം. അപ്പം ഇത് വെളിയിൽ എടുക്കുമ്പോഴേ വരത്തുള്ളൂ. എല്ലാവർക്കും ഉണ്ട് ഈ സാധനം, എല്ലാവർക്കും ഉണ്ട്. വെളിയിൽ എടുത്താൽ കാണാം. അപ്പോ ഇതിങ്ങനെ പറയുന്ന കാര്യമാണ്. ഈ ഭയങ്കര സ്നേഹമാണ്.
വീട്ടുകാരോട്. അതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് കേട്ടാ. ഇമോഷൻ, ബ്രെയിൻ കെമിക്കൽസ്, അഡ്രിനാലിൻ, കോർട്ടിസോൾ പോലുള്ള നെഗറ്റീവ് കെമിക്കൽ ഉള്ളപ്പോഴേ ഇതിക്ക് പോസിറ്റീവ് ചെയ്യാൻ പറ്റൂ. പോസിറ്റീവ് കെമിക്കൽ ഉണ്ടാവണ്ടേ, സ്നേഹം തോന്നണ്ടേ. സ്നേഹം തോന്നാൻ പറ്റിയ ഒരു സാധനമാണല്ലോ എന്റെ വീട്ടിലുള്ളത്. സാധനമാണോ എന്നൊക്കെ ചോദിക്കും ആൾക്കാർ പറയുമ്പോൾ. അങ്ങനെയല്ല, ശരിയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടുകാരെ നമ്മൾ സ്നേഹിക്കുമ്പോ എന്ത് പറ്റും? ഇപ്പൊ ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളാണ്. ഞാൻ അരി കൊണ്ട് കൊടുക്കുമ്പോ ഭാര്യക്ക് സന്തോഷമാണ്. പിറ്റേന്ന് അരി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ ഭാര്യ ചീത്ത വിളിക്കത്തില്ലേ? ഇന്നലെ സ്നേഹമായിരുന്നു, ഇന്ന് ദേഷ്യമായില്ലേ? അപ്പൊ വീട്ടുകാര് ആര് മനുഷ്യരെ സ്നേഹിച്ച് എന്ത് പറ്റും? ദേഷ്യമായിട്ടും വരും ചിലപ്പോ. അപ്പൊ ഈ സാധനം കയറി പിടിക്കും, സൂക്ഷ്മശക്തികൾ. അപ്പൊ എന്ത് ചെയ്യണം? അതാണ് ഈശ്വരനെ സ്നേഹിക്കാൻ പറയുന്നത്. ചുമ്മാ സ്നേഹം വരൂ. അതിനാണ് പുരാണ കഥകൾ വിശ്വസിക്കാൻ പറയുന്നത്. പുരാണ കഥകൾ അതിനുണ്ടാക്കിയിരിക്കുന്ന ലോജിക്ക് കൊണ്ട് ചിന്തിക്കരുത്. നമുക്ക് മണ്ടത്തരം വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. മണ്ടത്തരം വിശ്വസിക്കാൻ തയ്യാറാണോ? നിങ്ങൾ രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാ, 100% വിശ്വാസമാണ്. ഇത്ര തവണ പറഞ്ഞാൽ രക്ഷപ്പെടും 1000 തവണ പറഞ്ഞാൽ പിന്നെ ഞാനോ എവിടെ രക്ഷപ്പെടാൻ? നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ശരി, എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയും. നിങ്ങളുടെ വീട്ടിൽ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ വീട്ടിൽ ഈശ്വരന്റെ അനുഗ്രഹം കൊള്ളാം, നല്ല കാര്യം. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്താ നല്ല കാര്യം വിശ്വസിക്കാൻ 1000 തവണ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ചീത്തക്കാര്യം ഒറ്റ തവണ പറയുന്നത് വിശ്വസിക്കും. അതാണ് നമ്മുടെ ബ്രെയിനിന്റെ കുഴപ്പം. അതുകൊണ്ട് മണ്ടത്തരങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇതുപോലൊരു ദേവത ഉണ്ടെന്ന്, ഈ ദേവത അല്ല എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് നോക്കി നമുക്ക് വിശ്വസിക്കണം. ചുമ്മാ അതിന് റീസൺ ഒന്നും തെളിവൊന്നും ചോദിക്കരുത്. അങ്ങനെ കൂടി വിശ്വസിച്ച് പുരാണ കഥകള് ഒക്കെ കേട്ട് 5 സെൻസിൽ കൂടെ ഭഗവാന്റെ ഈശ്വരന്റെ ഏത് ഈശ്വരനെ വിളിച്ചാലും ആ നാമങ്ങളും കഥകളും ഇതെല്ലാം കേട്ട് അങ്ങനെയുള്ള ആചാര്യന്മാരോട് സംസാരിച്ച് അങ്ങനെയുള്ള വീഡിയോസ് കണ്ട് പോസിറ്റീവ് ബ്രെയിൻ കെമിക്കൽസ് മസ്റ്റായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ നെഗറ്റീവ് എനർജികൾ അതിനകത്ത് കയറും. പറയുമ്പോ പറയും എല്ലാ ഉപാസനയും സാധനയും കൂടുതൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പണ്ടത്തേലും ദുരിതം ഇരട്ടിയായി. പക്ഷേ ഉള്ളിൽ കെമിക്കൽസ് ഉണ്ടോ? ഉണ്ടോ? സ്നേഹത്തിന്റെ കെമിക്കൽ ഉണ്ടോ? ഭക്തിയുടെ കെമിക്കൽ ഉണ്ടോ? കെമിക്കൽ ചേഞ്ച് ഉണ്ടോ? ഇമോഷണൽ പോസിറ്റീവ് കെമിക്കൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ പറയും ബുദ്ധിമുട്ട് വരുമ്പോ എങ്ങനെയാണ് പോസിറ്റീവ് കെമിക്കൽ ഉണ്ടാക്കുന്നത്? സങ്കടം ദുരിതങ്ങൾ വരുമ്പോ എങ്ങനെയാണ്? ഉപാസന തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു? അതിലും വലിയ ദുരിതത്തിലല്ലായിരുന്നു, അപ്പോഴല്ലേ തുടങ്ങിയ. അപ്പൊ എങ്ങനെ കയറി വന്നത് എന്ന് പറഞ്ഞ പോലെ വ്യത്യസ്തമായ രീതിയിൽ ഈശ്വരനെ ഉപാസിക്കണം. എങ്ങനെ? പാട്ടൊക്കെ കേൾക്കണം. ഇങ്ങനെയുള്ള സത്സംഗങ്ങൾ അമ്പലങ്ങളിൽ വെക്കുമ്പോ ഉണ്ണാനാകുമ്പോ മാത്രം പോവാതെ ഇതൊക്കെ കേൾക്കാനും ഇതുമായി ബന്ധപ്പെടാനും ഓരോ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ആയിട്ട് അമ്പലങ്ങളിൽ ചെയ്യാനും ഒക്കെ തയ്യാറാണ്. എന്തെങ്കിലുമൊക്കെ ഉത്സവങ്ങൾ നടത്താനും ഒക്കെ തയ്യാറാണ്. അങ്ങനെയുള്ളവരെ പോയി കാണാനും നമ്മുടെ ഫ്രീക്വൻസി ഒന്ന് ഷിഫ്റ്റ് ആയാൽ മതി. റീ കണക്ഷൻ കിട്ടി ഈശ്വരനുമായിട്ടുള്ള. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പോകാത്ത ഒരു അമ്പലത്തിൽ പോകുന്നു, ശിവന്റെ. അപ്പൊ മാറി സംഗതി മാറി. അവിടെ ചെന്നപ്പോ അവിടുത്തെ കുളവും അവിടുത്തെ പ്രാർത്ഥനയും അതും കണ്ടപ്പോ ഭക്തിയെ കൊള്ളാം. അപ്പൊ തിരിച്ച് കണക്ഷൻ കിട്ടി. തിരിച്ച് ഇവിടെ ഈ അമ്പലത്തിൽ വരുമ്പോ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഈ അമ്പലത്തിലെ ഭഗവാൻ ഫ്രഷ് ആവുന്നതാണോ? അല്ല, നമ്മൾ പഴയതായിരുന്നു, നമ്മൾ പുതിയതായതാണ്, നമുക്ക് തോന്നുന്നതാണ്. അപ്പൊ ആ കണക്ഷൻ വീണ്ടും കിട്ടും. ഈ കണക്ഷൻ പോയാൽ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് വലിയ പാടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എഫർട്ട് ഇട്ടാലേ അത് കിട്ടത്തുള്ളൂ. വേറെ ആരും വന്ന് ഇങ്ങനെ ഇടക്കിടക്ക് കണക്ട് ചെയ്തത് വരാൻ പറ്റില്ല. നമ്മൾ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്താൽ എനർജി കിട്ടിക്കൊണ്ടിരിക്കും. ആ എനർജിയിൽ നിന്ന് മാത്രമേ നമുക്ക് ധർമ്മം പാലിക്കാൻ പറ്റൂ. ധർമ്മദൈവം എന്ന് ദേവതയെ പറയുന്നത് നമ്മളെ കൊണ്ട് ധർമ്മം പാലിപ്പിക്കുന്ന ഊർജ സ്രോതസ്സിനെയാണ് ധർമ്മദൈവം എന്ന് പറയുന്നത്. കുടുംബ ധർമ്മദൈവങ്ങൾ ധർമ്മം പാലിച്ചാലേ എല്ലാം നല്ലതായിട്ട് വരത്തുള്ളൂ. വാളെടുത്തവൻ വാളാൽ ഇന്നോളാലെ ഉപദ്രവിച്ചാൽ നാളെ അയാൾ എന്നെ ഉപദ്രവിക്കും, അല്ലേ? ഭക്ഷണമൊക്കെ തോന്നിവാസം കഴിച്ചാൽ നാളെ അസുഖം വന്ന് മരിച്ചു പോകും, ശരിയല്ലേ? ധർമ്മത്തിൽ വരുന്ന പാലിച്ചയാണ് ആളുകളെ തകർത്ത് കളയുന്നത്. ധർമ്മം പാലിക്കാൻ പറ്റാതെ വരുന്ന എന്താ? സത്യമില്ല, വാക്കിന് നിലയില്ല, സത്യമില്ല. സത്യം പാലിച്ചാൽ ധർമ്മം ഉണ്ടാവും, ധർമ്മം പാലിച്ചാൽ
അർത്ഥം പണം ഉണ്ടാവും. പണം എങ്ങനെ? ധർമ്മം പാലിച്ചാൽ. ധർമ്മം പാലിക്കണം, നീണ്ടു നിൽക്കുന്ന സ്വത്തുണ്ടാവണം. ബിസിനസ്സിലെ ഏറ്റവും വലിയ വാക്കുകൾ ട്രസ്റ്റ് ആണ്. ആ സെയിൽസ് ആഫ്റ്റർ സർവീസ് ഉള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അവരാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. സർവീസ് നോക്കൂല്ലേ, അത് ധർമ്മമല്ലേ, സത്യമല്ലേ ആ കമ്പനികൾ പാലിക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ പിന്നെ അവരുടെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പം ധർമ്മം പാലിക്കുന്നവർക്ക് അർത്ഥം പണം ഉണ്ടാവും. അർത്ഥം എന്ന് വെച്ചാൽ പണം ഉണ്ടാവുന്ന ആളുകൾക്ക് എന്തുണ്ടാവും? കാമം സാധിക്കാൻ പറ്റും. ആഗ്രഹം. കാമം എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹങ്ങൾ ഇഷ്ടമുള്ള കൂട്ട് കാറ് വാങ്ങിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റും. സമയസ്വാതന്ത്ര്യം പല സാധനമുണ്ട്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷം. ചതുർവിധ പുരുഷാർത്ഥങ്ങളാണ് ഒരു ഹിന്ദുവിന്റെ കടമ. മോക്ഷം കിട്ടുന്നു, സമാധി കിട്ടുന്നു, ഈശ്വര സാക്ഷാത്കാരം. ധർമ്മത്തിൽ വരുന്ന ചുതി ഈഗോ ഉള്ളത് കൊണ്ടാണ് വരുന്നത്. ഈശ്വരന് ഉപാസനാമൂർത്തിയൊക്കെ പിന്നെ രണ്ടാമതാ. കഷ്ടപ്പെട്ട് നാമം ജപിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് വിളിച്ച് ഒരു ജോലി കിട്ടി. ജോലി കിട്ടുന്നില്ലായിരുന്നു. ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തു. ഇതങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ തനി സ്വരൂപം പുറത്തു വരും. നമ്മുടെ ഈഗോ ഇത് ഏറ്റെടുക്കും. ഞാനാണ് അതിന്റെ ആള്. ഞാൻ അത്ര ചെറിയ പുള്ളിയൊന്നും അല്ല, ഞാനൊരു സംഭവമാണ്. അപ്പോഴും അമ്പലത്തിൽ വരും, ഇരട്ടി വഴിപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ എന്ത് കിടപ്പുണ്ട്? ഞാൻ വിജയിക്കോ? അതുപോലെ താഴെ വരും. അപ്പോഴും ഞാൻ പോകുന്നില്ല. ഞാൻ കാരണം താഴെ പോയി. ഞാനാ അവിടെ ഈശ്വരന് പ്രാധാന്യമില്ല. നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ്, അവിടാണ് പ്രശ്നം. അങ്ങനെ ഈശ്വര ഉപാസനയില് മുന്നോട്ട് പോകുമ്പോൾ ധർമ്മദൈവങ്ങൾ നമ്മളെ ധർമ്മം പാലിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. കുടുംബപരമായ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണ് ഇന്നത്തെ ഹിന്ദു അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. 100 പേരുള്ള ഒരു കൂട്ടുകുടുംബം ഉണ്ടായിരുന്നെങ്കിൽ അവളൊരു ഗണതി, ഒരു കുടുംബ ദേവതയെ കാണും. ചിലപ്പോൾ കള്ളും മീനും വെച്ചായിരിക്കും. എല്ലാ ജാതിക്കാർക്കും അവരുടേതായ കൂട്ടുകുടുംബ ഉപാസന പദ്ധതി ഉണ്ടായിരുന്നു. എന്നാല് ഭൂസ്വത്ത് നിയമം മാറിയപ്പോ ഈ 100 പേരുടെ വീട് 100 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയപ്പോ കുടുംബ പരദേവത ഒരാൾക്ക് മാത്രമായി മാറി. ബാക്കി 99 പേർക്കും കുടുംബ പരദേവത ഇല്ല. ഈ ഒരെണ്ണം കിട്ടിയ ഒരുത്തനാണെങ്കിൽ ഇത് ബാധ്യതയായിട്ട് ഉത്സവം നടത്താനും കാര്യമില്ല. ആകെ പാടുപെട്ട് കൊണ്ടുപോവാണ്. ബാക്കിയുള്ള ആളുകളെ കേട്ടത്തുമില്ല. വഴക്കായി. അച്ഛൻ വഴിയാണോ അമ്മ വഴിയാണോ എന്ന് അറിയാതായി പരദേവത. കാരണം എന്താ? പണ്ട് സ്വത്ത് വിവാഹം വെച്ച് പോകുന്നില്ലല്ലോ. വിവാഹം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന ആ പെണ്ണ് പിന്നെ ആ പരദേവത മാറുന്നില്ലല്ലോ. തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയാലും അങ്ങനെയല്ലേ, ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. പക്ഷെ ഡിവൈഡ് ചെയ്ത് പോയപ്പോ അച്ഛന്റെ വഴിയാണോ അമ്മ വഴിയാണോ അറിയാൻ വയ്യാതായി. പിന്നെ ഇപ്പൊ എല്ലാവരും 2 സ്ഥലത്തും പോകും. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പരദേവതകൾ നഷ്ടപ്പെട്ടു. അപ്പൊ പരദേവത ധർമ്മദൈവം ഇല്ലാത്ത വീട്ടിലുള്ള ആളുകളുടെ മൈൻഡ് പോലീസുകാരില്ലാത്ത നാട് പോലെയായി മാറും. ഈ ബാധകളൊക്കെ കയറി മേയും. ദുരിതങ്ങൾ വിട്ട് ഏറ്റവും കൂടുതൽ നോക്കണം. ഹിന്ദുക്കളുടെ കുടുംബങ്ങളിലാണ് ഏറ്റവും ക്രൈം റെക്കോർഡ്, കൊലപാതകങ്ങള്, ആത്മഹത്യ, ഡൈവോഴ്സ് എല്ലാം നടക്കുന്നത്. കാരണം എന്താ? മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഉപാസനയും പ്രാർത്ഥനയും കഴിഞ്ഞേ ബാക്കിയെല്ലാം ഉള്ളൂ. രാഷ്ട്രീയമാണെങ്കിൽ പോലും നമുക്ക് എല്ലാം കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം, ജപിക്കാം. അതിൽ ആർക്കും ഒരുപാട് പേർക്ക് കുടുംബപര ദേവതയെ അറിയത്ത് പോലുമില്ല. അപ്പൊ പോട്ടെ, ഏതെങ്കിലും ഒരു ദേവതയെ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്നൊന്നുമില്ല. സമയം തിരക്കെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. മറ്റവരങ്ങനല്ല. അവരുടെ ഉപാസനയും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം ഒരു ക്രിസ്ത്യാനി പള്ളിയിൽ പോയിരിക്കും. നിസ്കരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ നിസ്കരിച്ചിരിക്കും. അത് റോഡ് സൈഡിലാണെങ്കിൽ ശരി, കണ്ടിട്ടില്ലേ? അത് കണ്ടുപിടിക്കണം. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ ഉപാസന ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങളിലെ ജോലിക്കാരായിട്ട് നമ്മുടെ ആളുകൾ മാറി. അതിന് അവരെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ ആളുകൾ കൃത്യമായി ഉപാസന ചെയ്യാതെ. 2, നമുക്ക് ഒരു പ്രധാന ദേവതയെ മെയിനായിട്ട് വിളിക്കാൻ സാധിക്കണം. നമ്മൾ 100 പേരെ വിളിക്കും. അത് വിഷ്ണു തന്നെ 100 എണ്ണ. ഗുരുവായൂരപ്പന്, പത്മനാഭസ്വാമി, ഇവിടെ തന്നെ ശിവൻ 4-5 എണ്ണം ഉണ്ട് അടുത്ത്. പറഞ്ഞു കേട്ടിടത്തോളം ശരിയാണോ? അപ്പൊ എന്ത് സംഭവിക്കുന്നത്? ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചെയ്ത നമ്മുടെ എനർജി നമുക്ക് എതിരായിട്ട് മാറും. 10 നമുക്കൊരു 100% എനർജി ഉണ്ട്. 100 നാമം ജപിക്കാനുള്ള ആംബിയർ ഉണ്ടെന്നിരിക്കട്ടെ ഒരു ദിവസം. എക്സാമ്പിൾ മനസ്സിലാവാനാണ്. അതിൽ 10 എണ്ണം ഗണപതി, 10 എണ്ണം ശിവൻ, 10 എണ്ണം അവിടുത്തെ ശിവൻ, 10 എണ്ണം ഇവിടുത്തെ ശിവൻ, 10 എണ്ണം മറ്റടുത്ത ശിവൻ, 10 എണ്ണം ഭദ്രകാളി, 10 എണ്ണം ചോട്ടാനിക്കരമ്മ, 10 എണ്ണം കൊടുങ്ങല്ലൂര്, 10 എണ്ണം കൊട്ടാരക്കര ഗണപതി, 10 എണ്ണം
ക്ഷേത്രം. എല്ലാവർക്കും 10 വെച്ച് ജപം കൊടുത്തു, പ്രാർത്ഥന കൊടുത്ത് 40% എനർജി ഉള്ള ഒരു പ്രേതബാധ ഇങ്ങോട്ട് വരുവാ, അല്ലെങ്കിൽ ഒരുത്തിന് അപ്പുറത്തെ ആരെങ്കിലും ഒന്ന് കൂടോത്രം ചെയ്യും. ഇതൊക്കെ ഉള്ളതാകട്ടോ, തെളിവുകളുണ്ട്. അപ്പൊ ഈ സംഭവങ്ങള് ഇങ്ങോട്ട് വിടുന്ന പറഞ്ഞേ കയ്യില് വെളുപ്പ്, കാലിന് വെളുപ്പ്, തലവേദന, ഓരോന്ന് തുടങ്ങി, കൈക്ക് പെരുപ്പ, എന്ത് ചെയ്തിട്ട് മാറുന്നില്ല. സംഭവം മന്ത്രം ചൊല്ലി ഒഴിഞ്ഞു മാറ്റിയാൽ മതി. ഒരു ഒറ്റ ദേവത സ്ട്രോങ് ആയിട്ട് അതങ്ങ് പോകും. അത് വെച്ചിരുന്ന് ക്യാൻസർ ആക്കും. 20 കൊല്ലം ഡോക്ടർമാരെ കൊണ്ട് നടക്കും. കഠിനമായ തലവേദന എന്തൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് മാറുന്നില്ല, മാറത്തില്ല, ബാധയാ. അത് തൊട്ടാനിങ്ങനെ പോയി ഒഴിഞ്ഞു മാറ്റിയാൽ മാറും, അല്ലെ ഒരു സുസ്മം തയ്ച്ച ആഴ്ച മാറും, അല്ലെ നമ്മൾ തന്നെ സ്ട്രോങ് ആയിട്ട് ഉപാസിച്ച് എടുത്തു കളഞ്ഞാൽ മാറും. നമ്മുടെ പ്രാണനിലെ അമൃത കല കൂടണം. പ്രാണനിൽ വിഷകല കൂടി നിൽക്കുമ്പോൾ ബാധകൾ തന്നെ ഓടി വന്ന് അട്രാക്ട് ചെയ്യപ്പെടും. 1 കിലോ സ്വർണ്ണം ഓടി കൊണ്ടുവച്ചിട്ട് ആൾക്കാർ എടുത്തുകൊണ്ട് പോയി കൊണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ട് അമൃതകല മാറി വിഷകല കൂടി ഇരിക്കുമ്പോൾ ഓടി വരും ബാധകൾ. ഏത് സ്ഥലത്തും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഒരു അമ്പലത്തിലെ ആളുകൾ അവരുടെ ദുരിതം ഒഴിഞ്ഞിടാനല്ലേ വരുന്നേ. അവിടെ നെഗറ്റീവും കാണില്ലേ, പോസിറ്റീവ് മാത്രമാണ്. അവിടെ നമ്മൾ ഈ പറയുന്ന വിഷകല പ്രാണനിൽ കൂട്ടി കൊടുത്തിട്ട് അവിടെ നിന്ന് കയറി കൊടുത്താൽ അവിടെയുള്ള നെഗറ്റീവ് തോന്നില്ലേ. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അമ്പലത്തിൽ പോയതിനു ശേഷം പ്രശ്നം. അങ്ങനെയൊക്കെ ഉണ്ട്. ഭക്തിയോട് വേണം അമ്പലത്തിൽ, അപ്പോഴേ ആ ദേവന്റെ അനുഗ്രഹം നമുക്ക് കിട്ടത്തുള്ളൂ. പോസിറ്റീവ് കെമിക്കൽ നെഗറ്റീവ് കെമിക്കലുമായിട്ട് പോകല്ല. പ്രാണനിൽ വിഷകല വെച്ചിട്ട് പോകരുത്. പ്രാണന്റെ അമൃതകല വിഷകല നോക്കിയെങ്കിൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടത്തുള്ളൂ. കുറെ നാമം ജപിച്ചു കൂട്ടിയെന്ന് പറഞ്ഞിട്ടോ അമ്പലത്തിൽ എന്നും പോയി കമന്ന് കിടന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. അമ്പലത്തിൽ പോകുമ്പോ നമ്മളിലേക്ക് പ്രാണകല കിട്ടുന്നുണ്ടോ നോക്കണം, അമൃതകല കിട്ടുന്നുണ്ടോ നോക്കണം പ്രാണന്റെ. അപ്പൊ പോസിറ്റീവ് ദേവതകളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോഴേ നമുക്ക് സ്ഥിരമായിട്ട് വിജയിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഒരു തവണ 100 സെഞ്ചുറി അടിച്ചാൽ മികച്ച കളിക്കാനെന്ന് പറയുമോ? അറിയുമോ? എപ്പോഴും സെഞ്ചുറി അടിക്കാൻ പറ്റുന്നല്ലേ വിളിച്ചാൽ, അല്ലെ? ഉപാസന ചെയ്തു, ഡെവലപ്മെന്റ് ഉണ്ടായി, അപ്പം അടിപൊളി. അത് കഴിയുമ്പോഴോ പിന്നെ താഴെ കിടക്കുകയാണെങ്കിൽ പറയാൻ പറ്റുമോ നല്ല ഉപാസകനാണ്? ഇല്ല. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റണം. അപ്പൊ നെഗറ്റീവ്, അപ്പൊ 100 പേര്, അപ്പൊ 10 പേരെ ഈക്വൽ ആയിട്ട് വിളിക്കുമ്പോൾ 40% എനർജി ഉള്ള ഒരു നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് വരുമ്പോ അത് നിസ്സാരമായിട്ട് ഇയാളെ കീഴ്പ്പെടുത്തത്തില്ലേ? കീഴ്പ്പെടുത്തും. നേരെ മറിച്ച് 80% എനർജി കുടുംബ പരദേവതയ്ക്ക് കൊടുക്കുന്നു. അല്ലെ നമ്മുടെ അടുത്തുള്ള ഒരു ദേവൻ, ഈ മഹാദേവനെങ്കിൽ മഹാദേവൻ ആർക്കാണോ ആ ദേവതയ്ക്ക് 80% എനർജി കൊടുത്തിട്ട് ബാക്കി 20% എനർജി ബാക്കി എല്ലാരെയും വിളിച്ചാലോ? ഇങ്ങനൊരു സാധനം ഏതെങ്കിലും വരുമോ? 80% എനർജി ഒരു ഭദ്രകാളിക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. ഒറ്റ ദേവത മൂലമന്ത്ര ജപപുരസ്തരം ചെയ്യുന്നു. ഒരു സാധനം എടുക്കത്തില്ല. ഏതെങ്കിലും മാത്രമല്ല, വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും തലവേദന എന്ന് പറയുമ്പോ ഇങ്ങോട്ടിരിക്കാൻ പറഞ്ഞിട്ട് 10 മൂലമന്ത്രം ജപിച്ച് കൈ കൊണ്ടൊന്ന് ഒഴിഞ്ഞ സാധനം പോവും. 10 വർഷം കൊണ്ടു നടന്ന ക്യാൻസർ ആക്കേണ്ട കാര്യമില്ല. ആ കഴിവ് നമുക്ക് കിട്ടും. ഇതെല്ലാം മനുഷ്യരുടെയും അവകാശമാണ്. ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ഒരാചാര്യന്റെയോ ഒന്നും സ്വന്തമല്ല. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ഉള്ള സാഹചര്യമോ പഠിക്കാനുള്ള സാഹചര്യമോ ഒന്നുമില്ല, അല്ലേ? നമുക്കിതൊന്നും അറിയാൻ വയ്യ. നമ്മൾ പൈസ ഉണ്ടാക്കാൻ ഓടുന്ന തിരക്കിലാണ്. അത് വേണ്ടാന്നല്ല പറഞ്ഞേ. പക്ഷെ അത് പുറത്തുള്ള കാര്യങ്ങൾ നിൽക്കണമെങ്കിൽ അകത്തുള്ള കാര്യങ്ങള് ആദ്യം ശരിയാക്കണം. അകത്തുള്ള കാര്യങ്ങൾ ശരിയാക്കാതെ പുറത്ത് എത്ര ഓടിയിട്ടും കാര്യമില്ല. നമ്മൾ ഒറ്റയാള് മതി. നമ്മൾ നിശ്ചയമെടുത്തൊരു ദേവത സ്ട്രോങ് ആയിട്ട് മൂലമന്ത്ര ജപം ചെയ്ത് എനർജി കൂട്ടി പ്രാണനിൽ അമൃതകല കൂട്ടി കൊണ്ടുവന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തില് സമ്പന്നനായി, സ്വാതന്ത്ര്യമുള്ളവനായി, എനർജി ഉള്ളവനായി മാറിക്കൊള്ളൂ എന്നുള്ളത് യാതൊരു തർക്കമില്ല. നമ്മൾ പോലും അറിയാതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നത്. കാരണം ദേവതയ്ക്ക് ഇതൊക്കെ നമ്മളെക്കാൾ കഴിവും സിദ്ധിയും ഉണ്ട്, നമ്മളെക്കാൾ പവറുണ്ട്. നമ്മൾ അറിയാതെ ഒരുപാട് അത്ഭുതങ്ങൾ അതിന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ദേവന്മാരെ പൂജിക്കൂ, ദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പരസ്പരം വർദ്ധിക്കാൻ ഗീത പറയുന്നു. ദേവന്മാർക്ക് സ്വന്തമായിട്ട് എനർജിയില്ല. അവരെ ഉപാസിക്കാൻ അവർക്ക് എനർജി കിട്ടുന്നത് അവർക്ക് ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ജപിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, ഉപാസിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. തന്നെ ഇങ്ങ് വന്ന് രക്ഷിച്ചാൽ എന്താ ഈ ദൈവങ്ങൾക്കെന്ന് തോന്നും. അതങ്ങ് വള്ളി പറയത്തുള്ളൂ. നമ്മൾ ഉപാസിക്കണം എന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ മുടങ്ങാതെ ജപം ചെയ്ത് വൈബ്രേഷൻ
ചെയ്ത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കി നിർത്തണം. ഒരു പന്ത്, ഒരു ബോൾ എടുത്തിട്ട് അതേ ചോക്ക് കൊണ്ടൊരു മാർക്ക് ഇടുക, എന്നിട്ട് അവിടെ നിന്നിട്ട് ആകാശത്തേക്ക് എറിയുക. അപ്പൊ ആ ബോൾ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുമ്പോൾ നമ്മൾ ആ മാർക്ക് ഇങ്ങനെ കറങ്ങി പോകുന്ന കാണത്തില്ലേ? ആ മാർക്കിലേക്ക് വേറൊരു കല്ലെറിഞ്ഞ് കൊള്ളിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ പറയുന്ന പോയിന്റ് പിടികിട്ടിയോ? ഒരു ബോൾ എടുത്തിട്ട് ഒരു മാർക്ക് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ അത് കറങ്ങി കറങ്ങി പോകുമ്പോ ആ മാർക്കിൽ വേറൊരാൾക്ക് കല്ലെടുത്ത് എറിഞ്ഞ് കൊള്ളിക്കാൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടല്ലേ? എന്നാ അങ്ങനെ ഒരു പരിപാടിയാണ് ചന്ദ്രയാനെ ചന്ദ്രന്റെ ഉത്തര ധ്രുവത്തിൽ അല്ലെ അപ്പുറത്ത് കൊണ്ടുപോയി ഇറക്കുക എന്നുള്ള പണി. ശരിയാണോ തെറ്റാണോ? ശരിയാണോ? അങ്ങനത്തെ ഒരു പണിയാണോ അത്? അത്രയും ബുദ്ധിമുട്ടുള്ള പണിയാണോ? അത് ചെയ്തവരാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. ചെറിയ ആളുകളാണ് അല്ല. ഒരു വലിയ മല അങ്ങനെ തുറന്ന് അമ്പലമാക്കിയിരിക്കുക. ഇന്നും ആ ടെക്നോളജി ഇല്ല. 4 ലക്ഷം ടൺ പാറയാണ് കൊത്തി മാറ്റിയിരിക്കുന്നത് വെറും 20 കൊല്ലം കൊണ്ട്. എങ്ങനെയാ? ഇന്നും ആ ടെക്നോളജി ഇല്ല. അത്രയ്ക്ക് വലിയ ആളുകളാണ് ഭാരതത്തിലുള്ള ഋഷിമാര്. ഇത്രയൊക്കെ ചെയ്യുന്ന നമുക്ക് ആരോഗ്യമായിട്ടിരിക്കാൻ, അത്യാവശ്യം സാമ്പത്തികം കോടീശ്വരൊന്നും ആയില്ലെങ്കിലും നമുക്ക് കഴിയാനുള്ള സാമ്പത്തികം ഉണ്ടാക്കാനും ആളുകളുമായിട്ട് സ്നേഹത്തിൽ പോകാനും നമുക്ക് പറ്റത്തില്ലേ? ഒരു ഉപാസന കൊണ്ട്. ഇതുപോലെ കല്ല് തുറന്ന് അമ്പലമാക്കണമെന്ന് പറയുന്നില്ല. നമുക്ക് കഴിഞ്ഞു പോകാനുള്ള, നല്ല രീതിയിൽ പോകാനുള്ള ഒരു എനർജി എങ്കിലും ഈശ്വരോപാസനയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? നമ്മൾ തോറ്റു കൊടുക്കുന്ന മനസ്സ് ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. തോറ്റു കൊടുക്കരുത്, ഫൈറ്റ് ചെയ്യണം. ദൈവം പ്രസാദിച്ച നമുക്ക് സേഫ്റ്റി ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന അവസരമുണ്ട്. പണ്ടൊക്കെ കാട്ടി കഴിഞ്ഞുകൊണ്ടിരുന്നവരെ നമ്മള് ഏത് സിംഹം, പുലി എപ്പം നമ്മുടെ ദേഹത്ത് ചാടി വീഴുമെന്നറിയാതെ പേടിച്ച് കഴിയേണ്ടവരാണ് സത്യത്തിൽ നമ്മൾ. അത് മാത്രം ആലോചിച്ചാൽ നമ്മൾ പോസിറ്റീവാ. നമ്മൾ എന്തുമാത്രം ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ നമ്മൾ പരാതി പറയാൻ പാടുണ്ടോ? പരാതി പറയുന്ന മനസ്സുള്ളിൽ നിന്ന് മാറ്റണം. ഈശ്വരനെ സ്നേഹിക്കണം. പോസിറ്റീവ് കെമിക്കൽ ബ്രെയിനിൽ വരണം. ഭക്തി വന്ന് നിറയണം. ലോജിക്കൽ മൈൻഡ് എടുത്ത് തോട്ടിക്കളയണം. ഈശ്വര ഉപാസനയെ പലതും പറയും. ഏറ്റവും കൂടുതൽ നമ്മുടെ ഉപാസനാ പദ്ധതികളെ നിന്ദിക്കുന്നത് നമ്മുടെ ആളുകൾ തന്നെ. മുസ്ലിംസോ ക്രിസ്ത്യൻസോ അല്ല, ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതലും. പുരോഹിതന്മാരെ തട്ടിപ്പുകാരെന്നും ഇതൊക്കെ ഉടായ്പാണെന്നും മണ്ടത്തരമാണെന്നും പറഞ്ഞ് നശിച്ച് ഒക്കെ നിൽക്കുന്നത്. ഇവരൊക്കെ രക്ഷപ്പെടുന്നുണ്ടോ? അതുമില്ല. അവര് കുഴിയിലാണ്. എന്നിട്ട് അവരിതിനെ കുറ്റം പറഞ്ഞു നടക്കും. വലിയ കഷ്ടമാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. രാഷ്ട്രീയമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ദുർഗതി കേരളത്തിലുണ്ട്. അവരുടെ ഈദുൽ ഫിത്തറും മറ്റേതും ഒക്കെ ഭയങ്കര സംഭവമാണ്. നമ്മുടെ ഒരു ദിവ്യ അയ്യര് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ, ആദ്യം പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പൊങ്കാല. ആദ്യാലമ്മയ്ക്ക് കിട്ടുന്ന പൊങ്കാലയ്ക്ക് ഒരു കണക്കുണ്ട്. ദിവ്യ സമയത്ത് കിട്ടുന്ന പൊങ്കാലയ്ക്ക് കണക്കില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഉപാസന വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. അമ്പലങ്ങളിലൊക്കെ പോകണം, വഴിപാടുകൾ ചെയ്യണം. അതോടൊപ്പം വീട്ടിലിരുന്നുള്ള നാമജപം. പണ്ടൊക്കെ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് 4-5 വീട് അപ്പുറം കേൾക്കുന്ന രീതിയിൽ രാമരാമവാക്യമ എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ ആളുകൾക്ക് ഇത്രയും ടെൻഷനും ഇത്രയും ക്യാൻസറും ഇത്രയും ബുദ്ധിമുട്ടുകളും ഇല്ല. ദാരിദ്ര്യം ഉണ്ടായിരുന്നെങ്കിലും സന്തോഷത്തോടെ ആളുകള് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇന്ന് ഈ ബാധയെല്ലാം കൂടെ പിടിച്ച് എല്ലാവരും ദുഃഖദുരിതങ്ങളിൽ പെട്ട് വീഴുകയാണ്. ധർമ്മം പാലിക്കാൻ നമ്മളെ സാധിക്കുന്ന ധർമ്മദൈവമാണെന്ന് പറഞ്ഞു. ശരി ഏത് തെറ്റ് ഏതെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റും. നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ ധർമ്മദൈവോപാസനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മളൊക്കെ അധർമ്മം നമ്മളറിയാതെ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ട് അധർമ്മം ചെയ്യുന്നവരാണ്. നമ്മളോടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കള്ളം പറയുന്നത്. നമ്മളോട് നമ്മൾ കള്ളം പറയാൻ പാടില്ല. മഹാപ്രസ്ഥാനത്തിൽ പാണ്ഡവര് പരീക്ഷത്തിന് രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ചിട്ട് ഹിമാലയത്തിലേക്ക് പോവാൻ തുടങ്ങുകയാണ് അർജുനന്റെ മകനെ. അപ്പൊ ധർമ്മം പാലിച്ചവരാണ് ഉടലോടെ സ്വർഗത്തിലെത്തുന്നത്. ഹിമാലയം കയറി ഏറ്റവും മേളിൽ വരുമ്പോ
ജീവനോടെ അവിടെ എത്തുന്നത് ധർമ്മം പാലിച്ച ആൾക്കാരാണ്. അവർക്ക് ഉടലോടെ സ്വർഗത്തിൽ പോവാം. പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും മലയുടെ മുകളിലേക്ക് ഹിമാലയം കയറാൻ തുടങ്ങി. അവർ പോയ വഴിയൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്, മഹാപ്രസ്ഥാനത്തിന്റെ വഴി. ഈ മഹാപ്രസ്ഥാനത്തിൽ അവസാനത്തെ യാത്രയാണ്. അവിടെ ഒരാൾ മറിഞ്ഞു വീണ തിരിഞ്ഞു നോക്കാൻ പാടില്ല, കയറി വരണം. മഹാഭാരത കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലെ ഹീറോ ആരാ? മഹാഭാരത കഥയിലെ ഹീറോ ആരാ? ഹീറോ നായകൻ ആരാ? ആരാ പറയാമോ? മഹാഭാരത കഥയിലെ ഹീറോ ആരാ? കൃഷ്ണനാണോ? കൃഷ്ണനൊക്കെ മരിച്ചുപോയി. അർജുനാണോ? ആരാ? ധർമ്മം പാലിച്ച ധർമ്മപുത്രനാണ്. അവസാനം വരെ ഉടനെ സ്വർഗത്തിൽ പോന്നെ. ധർമ്മം അറിയാവുന്നവന്റെ കഥയാണ് മഹാഭാരതം. ധർമ്മം പാലിക്കുന്നതിൽ പിഴവ് വന്ന ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ എങ്ങനെ പിഴച്ചെന്നും അവരുടെ മരണം എങ്ങനെയാണെന്നും പറയുന്ന കഥ. ധർമ്മമാണ് ഈശ്വരൻ. അപ്പം ധർമ്മപുത്രക്കാണ് ഇതറിയാവുന്നത്. പാഞ്ചാലി താഴെ വീഴും ആദ്യം. അപ്പൊ അർജുൻ ചോദിക്കാനല്ലയോ ചേട്ടാ, പാഞ്ചാലി അങ്ങേക്ക് ധർമ്മം അറിയാമല്ലോ, പാഞ്ചാലിക്ക് എന്ത് ധർമ്മച്യുതിയാണ് സംഭവിച്ചത്? ധർമ്മം പാലിക്കുന്നതല്ലേ എന്താണ് പിഴച്ചത്? പാഞ്ചാലി താഴെ വീണത് എന്താ? അവൾക്ക് 5 പേരുടെ ഒരുപോലെയാണ് സ്നേഹം എന്ന് അവളുടെ കള്ളം പറഞ്ഞു. അവൾ അത് വിശ്വസിച്ചു. അതാണ് നമ്മൾ ഉള്ളിൽ എന്ത് വിശ്വസിക്കുന്നു അത് അധർമ്മമാണ്. കാരണം അത് സാഹചര്യമായിട്ട് യോജിച്ചോണമെന്നില്ല. ഒരു പെണ്ണിന് ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല. അർജുനോട് ചില സ്നേഹം കൂടുതലുണ്ടായിരുന്നു. അതങ്ങ് സ്വയം വിശ്വസിച്ച് സ്വയം പറഞ്ഞ് മറ്റുള്ളവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വഴക്കും ആരും ഉണ്ടാക്കത്തില്ലായിരുന്നു. മനസ്സിന് ഹൃദയശാലത ഉള്ളവരാണ്. പക്ഷെ വെറുതെ കള്ളം പറഞ്ഞു. നമുക്ക് തോന്നുന്നില്ല ഞാനൊരു നല്ല ആളാണ്, ഇത് കള്ളമാണ് സത്യമാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു നല്ല ആളാണെന്നായിരിക്കും അല്ലേ? നമുക്കെല്ലാം അങ്ങനെ തോന്നുന്നില്ല. സത്യം പറയാം, ഇത് സത്യമാണ് കള്ളമാണ്. നമ്മുടെ അയൽവക്കാരോട് ചോദിച്ചോക്കണല്ലേ, അല്ലെ ഇവിടെ വീട്ടുകാരോട് ചോദിച്ചോക്കണല്ലേ, നമ്മൾ നല്ല ആളാണോ ചീത്ത ആളാണോ? നമുക്ക് തോന്നുന്നു നമ്മൾ നല്ല ആളാണ്. ഞാൻ ന്യായമേ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ന്യായമേ ചെയ്യത്തുള്ളൂ. അത് മറ്റുള്ളവരുടെ അന്യായമായിരിക്കും. ജഗതി പറഞ്ഞോട്ട് നിങ്ങൾ അനാവശ്യം, അവരുടെ ആവശ്യമായിരിക്കും. അപ്പോ നമ്മള് ന്യായം അല്ലെങ്കിൽ നമ്മളോട് കള്ളം പറയാൻ പാടില്ല ഒരിക്കലും. പുറത്ത് അത്യാവശ്യം കള്ളം പറഞ്ഞാൽ പാഞ്ചാലി അങ്ങനെ പറഞ്ഞു. നമ്മുടെ ഉള്ളിലൊരു ആശയം ഉണ്ടെങ്കിൽ അത് തെറ്റിപ്പോകും. കാര്യം എന്താ? സാഹചര്യം അനുസരിച്ച് മാറുമല്ലോ. സാഹചര്യം മാറത്തില്ല, അപ്പൊ ഈ ആശയം തെറ്റായി പോകില്ല. ആശയം സൂക്ഷിച്ചാൽ എന്ത് പറ്റും? പ്രശ്നമാണ്. സഹദേവൻ വീഴുന്ന എന്താണ്? നകുലൻ വീഴുന്ന എന്താണ്? നകുലൻ ഭയങ്കര സുന്ദരനാണെന്നൊരു തോന്നൽ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അയ്യോ അത് ശരിയല്ലേ, ശരിയായ ഒരു കാര്യം വിശ്വസിച്ചാൽ കുഴപ്പമാവുമോ? നമ്മളെക്കാളൊക്കെ സുന്ദരനല്ലേ നകുലൻ? അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ല, സൗന്ദര്യം ആപേക്ഷികമാണ്. ഇവന്റെ അടുത്ത് കൃഷ്ണന്റെ അടുക്കെ പോയി നിൽക്കുമ്പോ ഇവനെ എന്തിനു കൊള്ളാം? അപ്പൊ ഇവൻ വിരൂപനായില്ലേ? നമ്മളെക്കാൾ സൗന്ദര്യമുള്ള ഒരാൾ അടുത്ത് നിൽക്കുമ്പോ നമ്മൾ വിരൂപനല്ലേ? നമ്മളെക്കാൾ സൗന്ദര്യം കുറഞ്ഞ ആൾ അടുത്ത് നിൽക്കുമ്പോ നമ്മൾ സുന്ദരൻ. സാഹചര്യം അനുസരിച്ച് മാറുന്നില്ലേ? അല്ലെ? ഇവിടെ ഏറ്റവും സുന്ദരി എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ അപ്പുറത്തോട്ട് മാറി വേറെ അതിനേക്കാൾ സുന്ദരി ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് എന്നെ തല്ലരുത്. അതിനേക്കാൾ സുന്ദരി അപ്പുറത്തിരിപ്പുണ്ടെങ്കിൽ ഈ കൊച്ചു വിചാരിക്കും ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ആളുകള് മൊബൈലിൽ ഫോട്ടോ എടുത്ത് തിരിച്ച് കാണിച്ചു കൊടുത്തത് നിങ്ങൾ കണ്ടാണ്ട് അപ്പത്തിരിക്കുന്ന കൊച്ചിനെ നോക്കിയേ നിങ്ങളെക്കാൾ സുന്ദരി അല്ലെന്ന് ചോദിക്കത്തില്ലേ? അപ്പൊ ആ ആശയം അവിടെ വെച്ചോണ്ട് എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് പണി കിട്ടത്തില്ലേ? ശരിയല്ലേ? അപ്പൊ സൗന്ദര്യം ആവേശികമാണ്. നകുലൻ അത് വിശ്വസിച്ചു എന്നുള്ളതാണ് അവൻ താഴെ വീഴുന്നത്. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഞാൻ അറിഞ്ഞില്ല. സത്യം അതുപോലെ സത്യം വ്രതമായി സ്വീകരിച്ചതേ ധർമ്മം പാലിക്കാൻ പറ്റത്തുള്ളൂ. അവനവനോടുള്ള സത്യം അല്ലാം പറയുന്നത്. സഹദേവൻ വീഴുന്ന എന്താ? സഹദേവൻ പണ്ഡിതനാണെന്നായിരുന്നു അവന്റെ തോന്നല്. അയ്യോ അത് സത്യമല്ലേ, ജ്യോതിഷം അറിയാം, അതറിയാം, ഇതറിയാം, എല്ലാ ശാസ്ത്രങ്ങളും അറിയാം, വേദങ്ങൾ അറിയാം. പക്ഷേ അവനേക്കാൾ അറിവുള്ള ഒരാളടുത്ത് നിൽക്കുമ്പോ ഇവൻ മണ്ടനായി. ശരിയല്ലേ? ക്ലാസ്സിലെ നല്ല മാർക്ക് ഒരു 95% മാർക്ക് വാങ്ങിച്ചൊരു കുട്ടി നിൽക്കുന്നു. ഇവൻ ഏറ്റവും മിടുക്കനാ ക്ലാസ്സിലെന്ന് പറയുന്നു.
അപ്പോഴാണ് അടുത്ത ആളുടെ റിസൾട്ട് വന്നത്. അവന് 99. അപ്പൊ എങ്ങനെയാണ് മണ്ടനായി സംഭവം എന്താ? അപ്പൊ പാണ്ഡിത്യം എങ്ങനെയാണ്? ഓ, അത് പ്രശ്നമാണ്. ധർമ്മപരിപാലനം അങ്ങനെ പറ്റത്തില്ല അല്ലേ? അത്രക്ക് ധർമ്മനിഷ്ഠ വേണം. സത്യനിഷ്ഠ ഉണ്ടെങ്കിൽ ധർമ്മം പാലിക്കണം. ഭീമൻ എന്താ വീഴുന്നത്? ഭീമന് ഫുഡിനകത്ത് ശകലം ആക്രാന്തം ഉണ്ടായിരുന്നു. 10 ലഡ്ഡു കൊടുത്തു വിട്ട് പുള്ളി പോകുന്ന വഴിക്ക് ഒന്നും വായിലിട്ടിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോ എല്ലാവരും വീതം വെക്കുമ്പോൾ പുള്ളി എടുക്കുമ്പോൾ പുള്ളിക്ക് 2 കിട്ടി. ഇങ്ങനെ ചെറിയ കള്ളത്തരം ഉണ്ടായിരുന്നു ഭീമന്. അയ്യോ, അത് പ്രശ്നമാണ്. പിന്നെ അത് പ്രശ്നമല്ലേ? അതൊക്കെ സത്യത്തിനെതിരല്ലേ? ധർമ്മം എന്റെ കൂട്ടാണെന്ന് നിങ്ങളൊന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതാണ് സ്നേഹം വേണമെന്ന് പറയുന്നത്. സ്നേഹത്തിന് എന്തുണ്ടാവും? ധർമ്മം മനസ്സിലാവും, സത്യം മനസ്സിലാവും. സത്യം മനസ്സിലാക്കി അത് പാലിക്കുമ്പോൾ ധർമ്മം പാലിക്കും അല്ലേ? അർജുനൻ വീഴാൻ പോകുന്നത്, അയ്യോ ഞാൻ എന്താണ് വീഴുന്നത്, എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം, ഞാൻ ധർമ്മം പാലിച്ചവനല്ലേ, ഞാൻ എവിടെയാണ് ധർമ്മം എനിക്ക് പിഴച്ചത്, ചേട്ടാന്ന് പറഞ്ഞിട്ട് പോകും. ചാവുന്നതിന് മുമ്പ് അതൊന്നും അറിയട്ടെ, എനിക്ക് എവിടെ പിഴച്ചെന്നെങ്കിലും അറിയട്ടെ. കണ്ടോ, നിന്റെ മനസ്സിലെ നീ ഒരു വില്ലാലി വീരനാണെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അത് സത്യമല്ലേ? സത്യം വിചാരിച്ചാലും പ്രശ്നമാണോ? അതേനെ, നിനക്ക് അതുകൊണ്ട് കറക്റ്റ് കാര്യം മനസ്സിലാവുന്നില്ല. നീ ഇങ്ങനെ ഒരു ആശയം ഉള്ളിൽ വെച്ചോണ്ട് സത്യം നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ ചോദിക്കാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല, ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞതാ. ഇലക്ഷൻ നമ്മൾ എന്താണ് പരാജയപ്പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞാന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞുതരാൻ പറയാണ്. അപ്പൊ പറയാണ്, അർജുന, തേർചക്രം കുഴിയിൽ ആണ്ടുപോയപ്പോ കർണൻ അത് പൊക്കിയെടുക്കാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ കൃഷ്ണൻ നിന്നോട് പറയുന്നില്ല, പറയുന്നത് ഓർമ്മയില്ലേ? ഇപ്പോൾ അവനെ അമ്പയിൽ കൊന്നില്ലെങ്കിൽ അവനെ ആർക്കും കൊല്ലാൻ പറ്റൂല. കയ്യിൽ ആയുധമുള്ള കർണനെ കൊല്ലാൻ പറ്റില്ല എന്ന് വരവുണ്ട്. തിരിച്ച് തേർത്തട്ടി കയറി ആയുധം എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൊല്ലും. ഇപ്പൊ പറ്റിയ സമയം ഇപ്പൊ അടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നീ പറഞ്ഞു, ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല, അത് അധർമ്മമാണ്. യുദ്ധക്കളത്തിൽ ആയുധമില്ല നിൽക്കുന്ന ആളിനെ കൊല്ലുന്നത് അല്ലെങ്കിൽ അമ്പയ്ക്കുന്നത് അധർമ്മമാണ്. എന്നെ കൊന്നാലും ഞാൻ ഈ അധർമ്മം ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ഒരുപാട് പറഞ്ഞു, അവൻ നമ്മളെ കൊല്ലും, സാരമില്ല, കൊന്നോട്ടെ, ഞാൻ ധർമ്മം പാലിക്കാനായിട്ട് നിൽക്കുന്നവനാണ്. അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത്, ഈഗോ കൊണ്ട് ധർമ്മം പാലിക്കാൻ പറ്റത്തില്ല. നീ ധർമ്മം പാലിക്കുന്നവനാണെന്നുള്ള അഹങ്കാരമാണ് നിനക്ക് അന്ധനാക്കുന്നത്. നിനക്ക് അതുകൊണ്ട് സത്യം അറിയാതെ പോകുന്നു. അപ്പൊ ചോദിക്കാണ്, എന്താണ് സത്യം? നിരായുധനായി നിന്ന നിന്റെ പുത്രൻ അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ടപ്പോ അവന്റെ നെഞ്ചത്തേക്ക് ആദ്യത്തെ അസ്ത്രമയച്ചത് ഈ കർണനാണ്. ധർമ്മം പാലിക്കേണ്ടത് ധർമ്മിയോടാണ്. അധർമ്മം ചെയ്യുന്നോട് ധർമ്മം പാലിക്കാൻ പറയുന്നില്ല. ഇപ്പൊ നീ ഇവനെ അമ്പയിൽ കൊന്നില്ലെങ്കിൽ നീ ചെയ്യുന്നതാണ് അധർമ്മം. രാജാവിന്റെ ധർമ്മം എന്താ? ധർമ്മം നിലനിർത്താനുള്ള, അധർമ്മികളെ കൊല്ലാനുള്ള. ഇപ്പൊ നീ ഇത് ചെയ്തില്ലെങ്കിൽ നീ ചെയ്യുന്നതാണ് അധർമ്മം എന്ന് പറഞ്ഞപ്പോഴാണ് നീ അമ്പയച്ച് അങ്ങനെ കർമ്മം മരിച്ചത് കൊണ്ടാണ് ഇന്ന് നീ ഞാനും ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇല്ല, നമ്മൾ കാണത്തില്ല. അപ്പൊ അതിന് സന്തോഷമായി, ധർമ്മം പഠിച്ചു. ഓ, ഇതാണ് ധർമ്മം, ഇപ്പോഴത്തേക്ക് എനിക്ക് വേണ്ടി കിട്ടി. അത് കഴിഞ്ഞ് യുധിഷ്ഠിരനും ഇവരുടെ കൂടെ ആദ്യം മുതലേ ഒരു പട്ടി ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചുമ്മാ കൂട്ടത്തിൽ വന്നതാ. ആ പട്ടിയും യുധിഷ്ഠിരനും മാത്രമായി കൈലാസത്തിന്റെ മുകളിലെത്തി. അപ്പോഴേക്ക് പുഷ്പവിമാനം വന്നു, ബ്രഹ്മാവ് വന്നു, ഇന്ദ്രന്മാർ വന്നു. ഇയാളെ ഒന്നിലോടെ പുഷ്പവിമാനത്തിൽ കയറ്റി സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്ന പുഷ്പവിമാനത്തിൽ കയറിയാലും എന്ന് യുധിഷ്ഠിരനോട് പറയുമ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ കയറത്തില്ല. അതെന്താ? ഞാൻ കയറത്തില്ല. അതെന്താ? എന്നെ വിശ്വസിച്ച് ഇത്രയും ദിവസം എന്റെ കൂടെ വന്ന ഈ പട്ടിയെ കൂടാതെയുള്ള സ്വർഗം എനിക്ക് വേണ്ട. ഈ പട്ടിയെ കൂടെ കയറ്റിയാണെങ്കിലും ഞാൻ വരത്തുള്ളൂ. പക്ഷേ അതൊരു പട്ടിയല്ലേ, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കയറി വരാൻ നോക്ക്. എത്രയോ ജീവജാലങ്ങളുണ്ട് ഇങ്ങനെ. ഈ പട്ടിയൊക്കെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ ധർമ്മം പാലിക്കുന്നവനാണ്. സ്നേഹം ആണ് ധർമ്മം. സ്നേഹത്തിൽ നിന്നാണ് ശരി സത്യം മനസ്സിലാക്കുന്നത്. ആ സത്യം പാലിക്കുന്നതിലൂടെയാണ് ധർമ്മം നിറവേറപ്പെടുന്നത്. ആ ധർമ്മം പാലിക്കുന്നതിലൂടെയാണ് മോക്ഷം കിട്ടേണ്ടത്. അതുകൊണ്ട് അല്ലെങ്കിൽ അത് തെറ്റായി പോകും. ധർമ്മത്തിന് പ്രാധാന്യം വരണം. അതുകൊണ്ട് ധർമ്മം, എന്റെ ധർമ്മം എന്നെ വിശ്വസിച്ച് വന്ന ഈ പട്ടിയെ കൂടെ പരിഗണിക്കാനുള്ളതാണ്. അതില്ലാതെ സ്വർഗം ഉണ്ടാവും. നമ്മളാണ് ചെയ്യുമോ?
നമ്മളാണ് പട്ടിക്ക് ഒരു ഷർട്ടും കൂടെ കൊടുത്തിട്ട് നമ്മൾ ചാടി അതിനകത്തോട്ട് വലിക്കും, കയറി ഇരിപ്പ് ഉറപ്പിക്കും. രണ്ടുപേർക്കുള്ള സീറ്റ് ബാഗ് വല്ലതും ഉണ്ടെന്ന് കൊടുത്ത് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ അല്ലേ? അങ്ങനെയൊക്കെ ചെയ്യും. ബസ്സിനകത്തൊക്കെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഈ പുള്ളിക്കാരന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പട്ടി യമധർമ്മനായിട്ട് മാറി. പട്ടി യമധർമ്മനായിരുന്നു, ധർമ്മരാജാവ്. മരണമാണ് ഒരാളുടെ ധർമ്മം പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്ന അയാളുടെ മരണം. ധർമ്മം പാലിച്ചവൻ ധാർമ്മികമായ മരണത്തിലോട്ട് വരുന്നു, അധർമ്മം പാലിച്ചവൻ അധർമ്മമായി മരിക്കുന്നു. അപ്പൊ യമധർമ്മന് ആയി മാറി അദ്ദേഹത്തെ പൊക്കിയെടുത്ത് പുഷ്പമാനത്തിൽ വെച്ച് കൊണ്ടുപോയി എന്നാണ് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ധർമ്മം പാലിക്കാൻ ഉള്ള അറിവും ബുദ്ധിയും ബോധവും തരുന്നത് ഈശ്വര ഉപാസനയിലൂടെ സാധിക്കും. ധർമ്മദൈവങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാധിക്കും. ഈ ധർമ്മം പാലിക്കാൻ ഉപാസനയിലൂടെ പ്രാണനെ അറിയുമ്പോൾ, സത്യത്തെ അറിയുമ്പോൾ, ഇതെല്ലാം സംഭവിക്കാൻ വേണ്ടി സഹായിക്കാൻ നല്ല ദേവതകൾക്ക് സാധിക്കും. പോസിറ്റീവ് വൈബ്രേഷണൽ ഫീൽഡുകൾക്ക് പോസിറ്റീവ് മെമ്മറി എടുത്ത് തരാൻ പറ്റുമ്പോൾ ധാർമ്മികമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ തന്നെ ഉപാസിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. വേറെ ആരും വേണ്ട. എത്ര വലിയ പ്രതിസന്ധിയും എൻ്റെ ജീവിതത്തിൽ എനിക്കൊക്കെ ചിലപ്പോൾ ചില വേറെ ആളുകളുടെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റുമ്പോൾ നമ്മൾ ചില ബാധയൊക്കെ പിടിക്കും. നമ്മളെ ആരോട് പോയി പറയും? ഈ പ്രശ്നമുള്ള ആളുകൾ നമ്മുടെയൊക്കെ ഓടി വരും. നമ്മളൊരു പ്രശ്നം മാറ്റി കൊടുക്കും. നമ്മൾ ആരുടെയൊക്കെ പോകും? നമ്മൾ ദേവിയോട് പറയും, കുത്തിയിരുന്ന് ജപിക്കുമ്പോൾ ഈ സംഭവം തന്നെ ഇറങ്ങിപ്പോകും. ഒരു ദിവസം കാലിന് വേദന വന്ന് ഒരാൾ എന്നെ കാണാൻ വന്നു, ഭയങ്കര കാലിന് വേദന. അത് നമ്മൾ ഹീൽ ചെയ്ത് മാറ്റി അയാൾ ഹാപ്പി ആയിട്ട് പോയി. എനിക്ക് കാലിന് വേദനയായി, ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. അപ്പൊ ഇരുന്ന് ജപിച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കൂടുതലൂടെ പറയുന്നില്ല, അത് തെറ്റിദ്ധരിക്കും ആളുകൾ. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് കൃത്യമായി ഉപാസന ചെയ്താൽ നമുക്ക് എല്ലാത്തിനും ഫലമുണ്ട്. വേറെ ആരും വേണ്ട. നമ്മള് തീരുമാനമെടുത്ത് സ്ട്രോങ് ആയിട്ട് ജപിച്ചാൽ, മന്ത്രദീക്ഷ എടുത്ത് ഉപാസന ചെയ്താൽ പറ്റുന്ന കാര്യമുള്ളൂ. എപ്പോഴും ഗൈഡൻസ് ഉള്ള നല്ലതാ. ഇങ്ങനെയുള്ള മാന്ത്രികമായ കാര്യങ്ങളൊക്കെ ഉപാസനയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗൈഡൻസിൽ പോകുന്നത് എപ്പോഴും നല്ല അറിവുള്ള ആളിനോട് ചോദിച്ചിട്ട് ചെയ്യുന്നതാണ്. കാരണം ഒരു ടയർ പഞ്ചറൊട്ടിക്കണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പറ്റും, അറിയാവുന്ന ആളോട് മനസ്സിലാക്കണ്ടേ അല്ലേ? അപ്പൊ ഇഫ് യു ആർ പ്ലേയിങ് വിത്ത് യുവർ ബ്രെയിൻ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ബ്രെയിൻ കെമിക്കൽസിനെ വെച്ച് കളിക്കുമ്പോൾ തെറ്റ് പറ്റിയാൽ വലിയ കുഴപ്പങ്ങളുണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഒരു ഗൈഡൻസിൽ പോകുന്നത് നല്ലതാണ്. എനിവേ, നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാൻ ആരുടെയും അനുവാദമോ ഒന്നും വേണ്ട. അത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ബെറ്ററായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ മാത്രം മറ്റ് ഉപാസന പദ്ധതികൾ ദീക്ഷ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അത് കൂടുതലായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മുടെ അടുത്തുള്ള ഇതുപോലുള്ള ക്ഷേത്രത്തിലുള്ള ദേവതകളെ ഉപാസനാമൂർത്തിയാക്കി സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുക, കൺഫ്യൂഷൻ ഇല്ലാതെ. സംശയം വരരുത്. സംശയാത്മാവിനശ്വരി. സംശയം വന്നാൽ പോയി. നമ്മുടെ ഒരു ചേട്ടൻ്റെ കൂടെ ഞാൻ പൂജയ്ക്കൊക്കെ പറഞ്ഞ് സഹായിക്കാൻ പോകുമ്പോൾ, ചേട്ടാ അവിടെ വിളക്ക് വെക്കണം. സംശയം വന്നില്ലേ? വിളക്ക് വെച്ചു. ഇതിനാ സംശയം വന്നു? സംശയമില്ലാതെ ഒരു കുഴപ്പമില്ല, വിളക്ക് വെക്കണ്ടായിരുന്നു. ആ വിളക്കില്ല. നീ കൊണ്ടോ, എന്റെ വീട്ടിൽ പോയി എടുത്തോണ്ട് വാ. ഇവിടെ വീട്ടുകാരുടെ ഈ വിളക്കില്ല. പിന്നെ എന്തിനാ ചോദിച്ചേ? പോയി എടുത്തോണ്ട് വാ. പിന്നെ ഞാൻ വൈകി പോയി എന്റെ വീട്ടിൽ പോയി വിളക്ക് എടുത്തോണ്ട് വന്ന് കൊണ്ടുവന്ന് കത്തിച്ച് പൂജ നടത്തി. അതിൽ പിന്നെ ഞാൻ സംശയിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് നന്നായി രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സംശയിക്കണം. ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാൻ അനുഗ്രഹിക്കുമോ? ഞാൻ ഇങ്ങനെ പൈസ ഇട്ടിട്ട് വന്നപ്പോ ഗണപതികൾ അവിടെ ഇട്ടപ്പോ തീർന്ന്. ശിവൻ ഇടാൻ പൈസ ഇല്ല, ശിവൻ അച്ഛനല്ലേ. 3 പൈസ കൊടുത്തിട്ട് എനിക്ക് നീ തന്നില്ല അല്ലടാ എന്ന് ചോദിച്ചിട്ട് എന്നെ ശപിക്കുമോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് പരസ്യമായിട്ട്. ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കും. നമ്മള് വളരെ കാര്യമായിട്ട് എന്റെ മഹാദേവ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ അയൽവക്കക്കാരെ ശത്രു അതേ അമ്പലത്തിൽ വന്ന് ശിവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേൾക്കുവോ, എന്റെ ശത്രു പറഞ്ഞത് കേൾക്കുവോ ശിവൻ? ആ കൺഫ്യൂഷനായി. ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പൊ അമ്പലത്തിലൊന്നും കാണാറില്ലല്ലോ കുറെ നാളായിട്ട്, എന്നും വന്നുകൊണ്ടിരുന്നാണല്ലോ. അതേ, എന്റെ അയൽവക്കത്തൊരു നാശമുണ്ട്, അവൻ ഇവിടെ സ്ഥിരം വരുന്നു. അതിൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയാ. അതെന്താ?
ഈ ശിവൻ എനിക്കിട്ട് പണിയുമോ എന്നൊരു സംശയം. മണ്ടത്തരമാണ്. ഇവിടെ 100 പേരുണ്ടെങ്കിൽ 100 ശിവനുമുണ്ട്. അവരവരുടെ ഉള്ളിലാണ് ഈ ദൈവം ഇരിക്കുന്നത്. പുറത്തുള്ള വിഗ്രഹം അതിനൊരു കാരണമാകുന്നേ ഉള്ളൂ. ഇവിടുത്തെ ശബരിമല ശാസ്താവ് ഇരിക്കുന്നത് ശബരിമലയിലാണോ അതോ നമ്മുടെ ഹൃദയത്തിലാണോ? മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും. മനസ്സിനുള്ളിൽ മഹിമ നിറഞ്ഞാൽ മഹേശ്വരൻ വരുമൻ, മണികണ്ഠൻ വരുമൻ. അല്ലേ? അപ്പം ശബരിമല ശാസ്താവിരിക്കുന്ന എവിടാ? എന്റെ ഹൃദയത്തിലാണ്. അല്ലെ? ഇവിടുത്തെ ശിവനിരിക്കുന്നത് എവിടാ? നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ്. അതോ അയൽവക്കക്കാരുടെ ഹൃദയത്തിൽ മാത്രമാണോ? നിങ്ങളുടെ ശത്രുവിന്റെ ഹൃദയത്തിൽ മാത്രമാണോ? അല്ല. നമ്മുടെ ഗുണങ്ങൾ അനുസരിച്ച്, സത്വരജ തമസ് ഗുണങ്ങൾ അനുസരിച്ച് സാഖ്യയോഗ സിദ്ധാന്ത പ്രകാരം ഓരോ വ്യക്തികളുടെയും വാസന അനുസരിച്ചിട്ട് സാത്വികം കൂടി, രാജസ്യം കൂടി, താമസവും കൂടി, അങ്ങനെയൊക്കെ പല രീതിയിൽ ജനിക്കുന്ന ആളുകളുടെ വാസനാപരമായ ഗുണമനുസരിച്ചിട്ടാണ് ഒരു ക്ഷേത്രത്തിലെ ദേവതയുമായി ഐക്യപ്പെട്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ എനർജി എത്തിച്ചേരുന്നത്. മനസ്സിലായില്ല? മല തുറന്ന് ഒരു മലക്കുള്ളില്ല, അത് മറ്റേ ഇടുക്കി, ആ മലയെ പറ്റി സംസാരിച്ചിട്ട് പ്രോജക്റ്റ് ഇരിക്കുന്ന ഒരു മലയുടെ അകത്ത് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അല്ലേ? ആ ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്തിയിട്ടാണ് അവരത് തുറന്നത് അല്ലേ? ഇത് നമ്മുടെ സംസ്കൃതി എല്ലാമായി ബന്ധപ്പെട്ടതാണ്. മലയും പുഴയും ഒക്കെയായി നമുക്ക് ബന്ധപ്പെട്ടതാണ്. ഒഴിച്ച് അപ്പൊ ഈ എല്ലാത്തിനെയും നമ്മൾ ആരാധിക്കുന്ന, എല്ലാത്തിലും ഈശ്വരനെ കണ്ടെത്തുന്നു. ഏറ്റവും പ്രധാന ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്റെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നില്ലേ? എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എന്തൊക്കെ പ്രസാദമൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ എല്ലാവർക്കും വിശന്നൊക്കെ ഇരിക്കായിരിക്കും. ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലില് നമ്മുടെ സ്ഥിരമുള്ള ഒരുപാട് പ്രഭാഷണങ്ങളുടെയും ഒക്കെ വീഡിയോസ് ഉണ്ട്, ഡിസ്കഷൻസിന്റെ ഒക്കെ. അതൊക്കെ കേൾക്കാവുന്നതാണ്. യൂട്യൂബിൽ ശ്രീധരൻ നമ്പൂരിയെന്നോ തപോവൻ മെഡിറ്റേഷൻ സെന്ററിനോ അടിച്ചാൽ വരും. സൈക്കോളജിക്കലായിട്ടുള്ള വീഡിയോസ് ഉണ്ട്, സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള. അല്ലാതെ ഉപാസന, ഈശ്വരോപാസനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട്. പ്രായോഗികമായി എങ്ങനെ ഉപാസിക്കാം, പൊതുവായിട്ടുള്ള ഡൗട്ടുകളൊക്കെ അതിൽ പറയാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയും ചെയ്യാവുന്നതാണ്. അതിലുപരി ഞാൻ ഇത്ര നേരവും സംസാരിച്ച ഈ ഒരു സമയം, നമ്മുടെ ഈ ഒരു സംഭാഷണം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇത്ര ആളുകളിൽ ഒരാളുടെ ഉള്ളിലെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ സന്തോഷവാനാണ് എങ്കിലും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മഹാദേവന്റെ ആദിപരാശക്തി സറ്റാനിക്കരമ്മ ശ്രീ ലളിതാത്രിപുര സുന്ദരിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.